Good evening, students. അപ്പം നമ്മളുടെ ഫിസിക്സിന്റെ ബ്രിഡ്ജ് കോഴ്സ് പാർട്ട് എഫിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എവിടം വരെയാണ് പഠിച്ച് നിർത്തിയേക്കുന്നത് ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? നമ്മൾ കുറെ ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനെ പറ്റിയിട്ടായിരുന്നു സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഓർക്കുന്നുണ്ടോ? ഏതൊക്കെ ഫിസിക്കൽ ക്വാണ്ടിറ്റികളാണ് നമ്മൾ പറഞ്ഞത്? നമുക്ക് ചെക്ക് ചെയ്യാം. ഓക്കെ, അപ്പം നമ്മൾ ഡിസ്റ്റൻസ് എന്താണെന്ന് പറഞ്ഞു. ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ആക്ച്വൽ പാത്ത് ആണെന്ന് നമ്മൾ പറഞ്ഞു. ഡിസ്റ്റൻസ് റിലേറ്റഡ് ചെയ്തിട്ടുള്ള 4 പോയിന്റുകൾ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഡിസ്പ്ലേസ്മെന്റ് പറഞ്ഞു. എല്ലാം നിങ്ങൾ എന്നെ ഓർത്തെടുക്കണം. ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ആണെന്ന് പറഞ്ഞു. അതൊരു വെക്റ്റർ ക്വാണ്ടിറ്റി ആണ് എന്ന് പറഞ്ഞു. അതിന്റെ യൂണിറ്റ് മീറ്റർ ആണ് എന്നൊക്കെ നമ്മൾ പറഞ്ഞു. ഡിസ്പ്ലേസ്മെന്റ് 0 ആവാം, പോസിറ്റീവ് ആവാം, നെഗറ്റീവ് ആവാം എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പൊ ഡിസ്റ്റൻസ് പറഞ്ഞു, ഡിസ്പ്ലേസ്മെന്റ് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഏതാ പറഞ്ഞേക്കുന്നത്? സ്പീഡ് പറഞ്ഞോ? പറഞ്ഞു. സ്പീഡ് പറഞ്ഞു. ഓക്കെ, ദെൻ സ്പീഡിന്റെ ഇക്വേഷൻ നമ്മൾ പറഞ്ഞു. ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടൈം ആണ്. ബാക്കി കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു കഴിഞ്ഞു. ദെൻ യൂണിഫോം സ്പീഡ് പറഞ്ഞില്ലേ? വേരിയബിൾ സ്പീഡ് പറഞ്ഞു. ഓക്കെ. ആവറേജ് സ്പീഡ് അത് പറഞ്ഞില്ല. ഓക്കെ സ്റ്റുഡൻസ്, അപ്പൊ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്ന ആദ്യത്തെ പോയിന്റ് എന്ന് പറയുന്നത് ആവറേജ് സ്പീഡാണ്. എപ്പോഴും നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. നമ്മൾ ഓൾറെഡി പറഞ്ഞു, നമ്മളുടെ ഒരു മോഷൻ എന്ന് പറയുന്നത് പലപ്പോഴും നമുക്ക് കോൺസ്റ്റന്റ് സ്പീഡിൽ തന്നെ മൂവ് ചെയ്യാന്ന് പറയുന്നത് അതൊരു ഡിഫിക്കൽട്ട് ടാസ്ക് ആണ് അല്ലേ? പ്രാക്ടിക്കലി ഞാനൊരു കാർ ഓടിക്കുമ്പോൾ എപ്പോഴും എനിക്കൊരു ഫിക്സഡ് സ്പീഡിൽ പോവുക എന്ന് പറയുന്നത് പ്രാക്ടിക്കലി പോസിബിൾ അല്ല. അപ്പോ ഞാൻ എ എന്ന് പറയുന്ന ഒരു പോയിന്റിൽ നിന്നും ബി എന്ന് പറയുന്ന ഒരു പോയിന്റിലേക്ക് മൂവ് ചെയ്യുമ്പോൾ അവിടെ പല പ്ലേസുകളിലും, ഫോർ എക്സാമ്പിൾ എ എന്ന് പറയുന്ന ഒരു പോയിന്റിൽ നിന്ന് ബി എന്ന് പറയുന്ന പോയിന്റിലേക്ക് ഞാൻ മൂവ് ചെയ്യുന്നു. ഈ ടോട്ടൽ മോഷന്റെ പല ഇൻസ്റ്റന്റുകളിൽ ഞാൻ എന്റെ സ്പീഡിൽ വേരിയേഷൻ വരുത്തിക്കൊണ്ടിരിക്കും. ചിലപ്പോൾ സ്പീഡ് കൂട്ടും, ചിലപ്പോൾ സ്പീഡ് കുറക്കൊക്കെ ഞാൻ ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെയാണെങ്കിൽ എ മുതൽ ബി വരെ ഞാൻ മൂവ് ചെയ്യാൻ എടുത്ത ടോട്ടൽ സ്പീഡ് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് എങ്ങനെ പറയാൻ പറ്റുക? പല ഇൻസ്റ്റന്റിൽ ഞാൻ പല സ്പീഡുകളാണ് യൂസ് ചെയ്തേക്കുന്നത്. അപ്പൊ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഏറ്റവും നല്ല വേർഡാണ് ആവറേജ് സ്പീഡ് എന്ന് പറയുന്നത്. നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാൻ നോക്ക് നിങ്ങൾ. when a body is moving in a variable speed, ഏതെങ്കിലും ഒരു വെഹിക്കിളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റ് വേരിയബിൾ സ്പീഡിൽ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നു, then the average speed is the ratio of total distance traveled by the body to the total time taken. എങ്ങനെയാണ് ആവറേജ് കണ്ടുപിടിക്കുന്നത്? ആവറേജ് സ്പീഡ് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ എന്ത് എഴുതണം? ഓരോ ഇൻസ്റ്റന്റിലും എന്റെ വെഹിക്കിൾ എത്ര സ്പീഡിൽ ഫ്ലോ ചെയ്യുന്നുണ്ടെന്ന് കണ്ടുപിടിക്കണം. ഫോർ എക്സാമ്പിൾ, ഇത് എയിൽ നിന്നൊരു ബോഡി ആദ്യം 1ാമത്തെ പ്ലേസിലേക്ക് മൂവ് ചെയ്തു, 2, 3 പ്ലേസിലേക്ക് മൂവ് ചെയ്തു. ഇവിടത്തേക്കുള്ള സ്പീഡ് S1 ആണ്, ഇവിടത്തേക്കുള്ള സ്പീഡ് S2 ആണ്, ഇവിടത്തേക്കുള്ള സ്പീഡ് S3 ആണെന്ന് വിചാരിക്കുക. ഇവിടത്തേക്ക് കവർ ചെയ്താൻ എടുക്കുന്ന ടൈം T1, ഇവിടത്തേക്ക് എടുക്കുന്ന ടൈം T2, ഇവിടത്തേക്ക് എടുക്കുന്ന ടൈം T3 ആണ്. ഓക്കെ ആണോ? അപ്പൊ എനിക്ക് എന്ത് ചെയ്താൽ മതി? ആവറേജ് കണ്ടുപിടിക്കണമെങ്കിൽ അവരെന്താ പറഞ്ഞേക്കുന്നത്? when a body is moving in a variable speed, then the average speed is the ratio of total distance traveled. ഇതിലത്തെ ടോട്ടൽ ഡിസ്റ്റൻസ് എത്രയാണ്? S1 plus S2 plus S3 അല്ലേ ടോട്ടൽ ഡിസ്റ്റൻസ്, ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം. ടോട്ടൽ ടൈം എന്ന് പറഞ്ഞാൽ T1 plus T2 plus T3 ചെയ്താൽ പോരെ? മനസ്സിലാവുന്നുണ്ടോ? Yes, sir. Yes, sir. So the equation wise, if d is the distance traveled in some time t, then the speed of an object for this journey or s is equal to distance divided by time. അതാണ് ഞാൻ പറഞ്ഞേക്കുന്നത്. ആവറേജ് ആണ് കണ്ടുപിടിക്കുന്നതെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറെ ഇൻസ്റ്റന്റ് ഉണ്ടെങ്കിൽ എനിക്ക് എന്ത് എഴുതാം? ആവറേജ് സ്പീഡ് എന്ന് പറയുന്നത് S1 plus
S2 plus S3 divided by T1 plus T2 plus T3 ചെയ്താൽ മതി. ഓക്കെ ആണോ? ഇമ്പോർട്ടന്റ് ആണ്, ഈ വേർഡ് ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ഇമ്പോർട്ടന്റ് ആണ്. ഇത് കഴിഞ്ഞ അടുത്ത ഇതേപോലുള്ള ഒരു ടേം ആണ് ഇൻസ്റ്റന്റേനിയസ് സ്പീഡ്. എന്താ വേർഡിന്റെ അർത്ഥം? ഇൻസ്റ്റന്റേനിയസ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ പറയാറില്ല ഒരു പെർട്ടിക്കുലർ ഇൻസ്റ്റന്റ് എന്ന് പറയാറില്ലേ നമ്മൾ? എന്ന് പറഞ്ഞ ഒരു കാറ്, ഫോർ എക്സാമ്പിൾ ഒരു കാറ് എയിൽ നിന്ന് ബിയിലോട്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോ ഞാൻ പറയാണ്, ഫോർ എക്സാമ്പിൾ ഇവിടുന്ന് ഇങ്ങോട്ട് എയിൽ നിന്ന് കാറ് ബിയിലെത്താൻ ടോട്ടലി ഒരു 15 മിനിറ്റ് എടുത്തു എന്ന് വിചാരിക്കും. അപ്പൊ ഞാൻ ഏതോ ഒരു പെർട്ടിക്കുലർ ഇൻസ്റ്റന്റ് എടുക്കാൻ പോവാണ്. ഫോർ എക്സാമ്പിൾ ഞാൻ പറയുന്നത് ഈ ഒരു പെർട്ടിക്കുലർ ഇൻസ്റ്റന്റിൽ എന്റെ കാറിന്റെ സ്പീഡ് എന്താണ്? കാരണം കാർ എപ്പോഴും ഒരേ സ്പീഡിലല്ല മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, കാർ വേരിയബിൾ സ്പീഡിലാണ് മൂവ് ചെയ്യുന്നത്. അപ്പൊ ഓരോ പെർട്ടിക്കുലർ ഇൻസ്റ്റന്റിലും എന്റെ കാറിന്റെ സ്പീഡ് എന്താണ്? അതിനെ വിളിക്കുന്ന പേരാണ് ഇൻസ്റ്റന്റേനിയസ് സ്പീഡ് എന്ന് പറഞ്ഞാൽ 2 മിനിറ്റിൽ ചിലപ്പോ ഇതിന്റെ സ്പീഡ് ചിലപ്പോ 30 km/h ആയിരിക്കാം. അത് മാറി ഇപ്പൊ 6 മിനിറ്റിൽ എത്തുമ്പോ അതിന്റെ സ്പീഡ് ചിലപ്പോ 60 km/h ആവാം, വാട്ട് എവർ ഇറ്റ് ഈസ്. സോ ആ പെർട്ടിക്കുലർ ഇൻസ്റ്റന്റിൽ എന്താണ് അതിന്റെ സ്പീഡ്, അതിനെയാണ് നമ്മൾ ഇൻസ്റ്റന്റേനിയസ് സ്പീഡ് എന്ന് വിളിക്കുന്നത്. എന്തായിരിക്കും? when the speed of an object is constantly changing, the instantaneous speed is the speed of an object at a particular moment or that instant in time. Okay ആണോ? ഞാനൊരു എക്സാമ്പിൾ പറയാം. ഞാനൊരു ഗ്രാഫ് വരക്കാൻ പോവാണ്. ഒരു ഒബ്ജക്റ്റ് ഇങ്ങനെ മൂവ് ചെയ്യാണ്. ഇതതിന്റെ ടൈം ആക്സിസ് ആണ്, ഇതതിന്റെ സ്പീഡ് ആക്സിസ് ആണെന്ന് വിചാരിക്കുക. ആ വണ്ടി ഇങ്ങനെ ഗ്രാജുവലി അതിന്റെ സ്പീഡ് കൂടി 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 ഇങ്ങനെ പോവുകയാണെന്ന് വിചാരിക്കുക കാർ. ഓക്കെ ആണോ? എന്ന് പറഞ്ഞാൽ ഇത് 1 സെക്കൻഡിൽ ഉണ്ടായ സ്പീഡ് ഫോർ എക്സാമ്പിൾ 10 km/h വിചാരിക്കുക. 2 സെക്കൻഡിൽ അത് നേരെ 30 ആയി. അടുത്തത് 3 സെക്കൻഡിൽ അത് 50 ആയി. അതുപോലെ 4 സെക്കൻഡിൽ അതിങ്ങനെ കൂടി കൂടി പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് വിചാരിക്കുക. അപ്പൊ ഞാൻ പറയുകയാണ്, എനിക്ക് 3 സെക്കൻഡിൽ എന്റെ വണ്ടി ഏത് സ്പീഡിലാണെന്ന് അറിയണം. അപ്പൊ ഞാൻ എന്ത് ചെയ്താൽ മതി? 3 സെക്കൻഡിൽ ഞാൻ നേരെ മുട്ടിച്ചപ്പോ എനിക്ക് കിട്ടിയേക്കുന്നത് ഇവിടെയാണ്. ഇത് എത്രയാണ്? ഇത് 30 ആണെങ്കിൽ 3 സെക്കൻഡിൽ എന്റെ വണ്ടിയുടെ സ്പീഡ് എന്ന് പറയുന്നത് 30 km/h ആണ് എന്ന് എനിക്ക് പറയാം. അതിനെയാണ് നമ്മൾ ഇൻസ്റ്റന്റേനിയസ് എന്ന് പറയുന്നത്. ക്ലിയർ? മക്കൾ ഈ വേർഡൊക്കെ ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി. ഇതൊന്നും മക്കൾ കാണാതെ പഠിക്കൊന്നും വേണ്ട. ഈ വേർഡുകളൊക്കെ +1 സാറ് പറയുമ്പോ നമ്മൾ എവിടെയെങ്കിലൊക്കെ ആയിട്ട് കേട്ടിട്ടുണ്ട് എന്ന് മാത്രം അറിഞ്ഞാൽ മതി. ക്ലിയർ? യെസ്. അടുത്ത ടേമിനെ വിളിക്കുന്ന പേരാണ് വെലോസിറ്റി. മലയാളം മീഡിയത്തിൽ പഠിച്ച കുട്ടികൾ പ്രവേഗം എന്ന് പഠിച്ചിട്ടുണ്ടാവും. വെലോസിറ്റി എന്താ? വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇനി നമ്മുടെ ഭാഷയിൽ പ്രവേഗം എന്ന് പറയുന്ന വേർഡില്ല, എപ്പോഴും വെലോസിറ്റിയാണ്. മലയാളം മീഡിയത്തിൽ പഠിച്ച കുട്ടികൾ അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കണം. വെലോസിറ്റി സ്ഥിരമായിട്ട് കേൾക്കുന്ന വേർഡാണ്. ഇനി +1 ഫിസിക്സിലത്തെ ആദ്യത്തെ ഒരു 5 ചാപ്റ്ററുകളിലും നമ്മൾ സ്ഥിരമായിട്ട് കേൾക്കുന്ന വേർഡാണ് വെലോസിറ്റി. വെലോസിറ്റി എന്ന് പറയുന്നത് എന്താണ്? വെലോസിറ്റി എന്ന് പറയുന്നത് ആക്ച്വലി ഇതൊരു സ്പീഡാണ്. വെലോസിറ്റി സ്പീഡും ഇക്വേഷൻ വൈസ് ഒക്കെ ഇത് ഏകദേശം ഒന്ന് തന്നെയാണ്. പക്ഷേ നമ്മൾ സ്പീഡ് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു നമ്മളൊക്കെ അതിന്റെ മാഗ്നിറ്റ്യൂഡ് മാത്രം മതി, നമുക്കതിന്റെ ഡയറക്ഷൻ ആവശ്യമില്ല. എന്നാൽ വെലോസിറ്റി പറയുമ്പോൾ നമുക്ക് അതിന്റെ ഡയറക്ഷൻ കൂടെ വേണം. So the velocity is the speed of an object moving in a definite direction. ഒരു പെർട്ടിക്കുലർ ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്ന ബോഡിക്ക് ഉണ്ടാവുന്ന സ്പീഡ്. അപ്പോൾ എനിക്ക് മാഗ്നിറ്റ്യൂഡും കിട്ടി, ഡയറക്ഷനും കിട്ടി. അതുകൊണ്ട് തന്നെ വെലോസിറ്റി എന്ന് പറയുന്നത് ഒരു വെക്ടർ ക്വാണ്ടിറ്റി ആണ്. ഓക്കെ ആണോ? Okay, sir. Yes. So the velocity is a vector quantity, both magnitude and direction. അപ്പൊ നമുക്ക് ഞാൻ വെലോസിറ്റിയുടെ ഇക്വേഷൻ കൂടി ഇവിടെ പറയാം. വെലോസിറ്റി എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെന്റിനെ, എന്താണ്? ഡിസ്പ്ലേസ്മെന്റിനെ
ടൈം കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്നതാണ് വെലോസിറ്റി. മലയാളം മീഡിയത്തിൽ പഠിച്ചിട്ടുണ്ട്. പ്രവേഗം എന്ന് പറഞ്ഞാൽ സ്ഥാനാന്തരം ബൈ സമയമാണ്. നമുക്കറിയാം ഡിസ്പ്ലേസ്മെന്റിന്റെ യൂണിറ്റ് മീറ്റർ ആണ്. അതുപോലെ തന്നെ സെക്കൻഡിന്റെ ടൈമിന്റെ യൂണിറ്റ് സെക്കൻഡ് ആണ്. അങ്ങനെയാണെങ്കിൽ മീറ്റർ പെർ സെക്കൻഡ് എന്ന് പറയുന്നത് വെലോസിറ്റിയുടെ യൂണിറ്റ് ആണ്. ഇത് തന്നെയാണ് നമുക്ക് എവിടെയും കിട്ടിയേക്കുന്നത്. സ്പീഡിന്റെ യൂണിറ്റ് കണ്ടുപിടിച്ചപ്പോഴും എനിക്ക് മീറ്റർ പെർ സെക്കൻഡ് തന്നെയാണ് കിട്ടിയത്. ഓക്കെ ആണോ? നമുക്കറിയാം വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം ആണ്. നമ്മൾ പറഞ്ഞു ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് നെഗറ്റീവ് ആവാം, പോസിറ്റീവ് ആവാം, സീറോ ആവാം. അങ്ങനെയാണെങ്കിൽ എന്റെ വെലോസിറ്റിക്കും പോസിറ്റീവ് വാല്യൂ ഓഫ് വെലോസിറ്റി ഉണ്ടാവാം, നെഗറ്റീവ് വാല്യൂ ഉണ്ടാവാം, സീറോ ഉണ്ടാവാം. The equation is velocity is equal to displacement divided by time. അപ്പൊ സ്പീഡിന്റെ ഇക്വേഷൻ എന്തായിരുന്നു? ഈ ഡിസ്പ്ലേസ്മെന്റിനെ മാറ്റിയിട്ട് അവിടെ ഡിസ്റ്റൻസ് എന്ന് കൊടുത്താൽ മതി. ഓക്കെ ആണോ? ഓക്കെ ആണ് സർ. ഓക്കെ ആണ്. ഓക്കെ. യൂണിഫോം വെലോസിറ്റി എന്തായിരിക്കും? യൂണിഫോം വെലോസിറ്റി നമ്മൾ ഓൾറെഡി യൂണിഫോം സ്പീഡ് പറഞ്ഞിട്ടില്ലേ? യൂണിഫോം സ്പീഡ് നമ്മൾ പറഞ്ഞില്ലേ? അത് തന്നെ അവിടെ സ്പീഡ് എന്നുള്ള സ്ഥലത്തിനെ വെട്ടിയിട്ട് അവിടെ വെലോസിറ്റി എന്നാക്കിയാൽ. ഓക്കെ ആണോ? ഇഫ് എ ബോഡി ഈസ് സെഡ് ടു ബി മൂവിംഗ് വിത്ത് എ യൂണിഫോം വെലോസിറ്റി, ഇറ്റ് അണ്ടർഗോസ് an equal displacement in equal interval of time. For example, എയിൽ നിന്ന് ബോഡി ബിയിലോട്ട് മൂവ് ചെയ്യുന്നു. ഇതിന്റെ ഓരോ ഇന്റർവെല്ലും ഓരോ ഈക്വൽ ഡിസ്റ്റൻസ് ആയിട്ട് ഞാൻ ഇതിനെ മുറിച്ചു. അങ്ങനെയാണെങ്കിൽ ഈ ഓരോ ഡിസ്പ്ലേസ്മെന്റും, ഫോർ എക്സാമ്പിൾ ഇതിപ്പോ 10 മീറ്റർ ആണ്, ഇത് 10 മീറ്റർ ആണ്, ഇത് 10 മീറ്റർ ആണ്, ഇത് 10 മീറ്റർ ആണ്. ഇത് കവർ ചെയ്യാൻ എടുക്കുന്ന സമയം 2 സെക്കൻഡ്, ഇത് കവർ ചെയ്യാൻ 2 സെക്കൻഡ്, ഇതെല്ലാം 2 സെക്കൻഡ് 2 സെക്കൻഡ്. അപ്പൊ ഇത് എന്ന് പറയുന്നത് ഈക്വൽ ഡിസ്പ്ലേസ്മെന്റ് ഈക്വൽ ടൈമിൽ കവർ ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ അതിനെ നമ്മൾ വിളിക്കും ദാറ്റ് ഇസ് കോൾഡ് യൂണിഫോം വെലോസിറ്റി. ഓക്കെ ആണോ? തീർച്ചയായിട്ടും വേരിയബിൾ വെലോസിറ്റി എന്താണെന്ന് ഞാൻ പറയേണ്ട ആവശ്യമുണ്ടോ? ഇത് നേരെ തിരിച്ചാ പോരെ. എന്ന് പറഞ്ഞാൽ ഈക്വൽ ഇന്റർവെല്ലില് ഒന്നിക്ക് ഡിസ്പ്ലേസ്മെന്റ് മാറണം, അല്ലെങ്കിൽ ടൈം മാറണം, അല്ലെങ്കിൽ രണ്ടും മാറണം. എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ വണ്ടി ഓടിക്കുന്ന പോലെ തോന്നുന്ന സമയത്ത് തോന്നുന്ന പോലെ പോവാം. ഓക്കെ. ഓക്കെ. അതിനു മുമ്പ് നമുക്കൊന്ന് ആവറേജ് വെലോസിറ്റി നോക്കാം. ഒന്ന് ആവറേജ് വെലോസിറ്റി നോക്കി. നമ്മൾ നേരത്തെ ആവറേജ് സ്പീഡ് നോക്കിയില്ലേ? സെയിം സാധനം തന്നെ. അവിടെ നമ്മൾ ഡിസ്റ്റൻസ് മെഷർ ചെയ്തതിന് പകരം ഇവിടെ ഡിസ്പ്ലേസ്മെന്റ് മെഷർ ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. സോ ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് ടു ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം. ഓക്കെ ആണോ? ഈ വേർഡുകൾ മാത്രം മക്കൾ അറിഞ്ഞിരുന്നാൽ മതി. ആവറേജ് വെലോസിറ്റി ഈസ് ഈക്വൽ ടു ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം ടേക്കൺ. യെസ്. അപ്പൊ ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റിയോ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു പെർട്ടിക്കുലർ സമയത്ത് എന്റെ വണ്ടിയുടെ വെലോസിറ്റി എന്താണ്? ഓക്കെ ആണോ? When the velocity of an object is constantly changing, the instantaneous velocity is the velocity of an object at a particular moment in time. 2 സെക്കൻഡിൽ എന്റെ വണ്ടിയുടെ വെലോസിറ്റി എന്താണ്, അല്ലെങ്കിൽ 5 സെക്കൻഡിൽ എന്താണ് വെലോസിറ്റി, ഒരു പെർട്ടിക്കുലർ ഇൻസ്റ്റന്റ് അല്ലെങ്കിൽ ആ പെർട്ടിക്കുലർ മൊമെന്റിൽ എന്റെ വെലോസിറ്റി എന്താണ്? That is known as instantaneous velocity. Okay. ഇതൊന്നും അത്ര ഇമ്പോർട്ടന്റ് അല്ലാത്തതുകൊണ്ടാണ് ഞാൻ വേഗം പറഞ്ഞു പോകുന്നത്. നെക്സ്റ്റ് വൺ ഈസ് നോൺ ആസ് ആക്സിലറേഷൻ. മലയാളം എടുത്ത് പഠിച്ച കുട്ടികൾ ത്വരണം എന്ന് പഠിച്ചിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടോ? 9ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് ത്വരണം. ഓക്കെ. ആക്സിലറേഷൻ. ഇനി ആക്സിലറേഷൻ തന്നെ പഠിക്കണം. ഇനി പ്രവേഗമില്ല, പ്രവേഗത്തിന് പകരം വെലോസിറ്റി ആണ്. അതുപോലെ ത്വരണത്തിന് പകരം ആക്സിലറേഷൻ ആണ്. ഓക്കെ. The acceleration of a particle or a body is defined as the rate of change of velocity. It's a very, very important. Acceleration A is equal to
rate of change of velocity. Rate of change. Rate of change of velocity. എന്ന് പറഞ്ഞാൽ വെലോസിറ്റിയിൽ ഉണ്ടാവുന്ന മാറ്റം. ഫോർ എക്സാമ്പിൾ നമ്മൾ പറയുന്നത് ഇങ്ങനെയാണ്, ഒരു കാറ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ അതിന്റെ വെലോസിറ്റി u ആയിരുന്നു. കാർ അതിന്റെ സ്പീഡ് കൂട്ടി 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 ഫൈനൽ വെലോസിറ്റി v ആയി എന്ന് വിചാരിക്കുക. ഓക്കെ ആണോ? അങ്ങനെയാണെങ്കിൽ ഇതിന്റെ സ്റ്റാർട്ടിങ്ങിലും ഇനീഷ്യലിലും ഇതിനുണ്ടാവുന്ന ചേഞ്ച് എത്രയാണ്? ചേഞ്ച് എന്ന് പറഞ്ഞാൽ v മൈനസ് u അല്ലേ? ഓക്കെ ആണോ? ഡിവൈഡഡ് ബൈ ടൈം ചെയ്താൽ കിട്ടുന്നതാണ് ആക്സലറേഷൻ. ഓക്കെ ആണോ? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി. ഈ റേറ്റ് ഓഫ് ചേഞ്ച് എന്ന് പറഞ്ഞാൽ നമ്മൾ വിത്ത് റെസ്പെക്ട് ടു ടൈം വെച്ചിട്ടാട്ടോ, വിത്ത് റെസ്പെക്ട് ടു ടൈം ആണ്. അപ്പൊ സമയത്തിന് ഈ സമയം കൊണ്ട് അതിനുണ്ടാവുന്ന ചേഞ്ച് എത്രയാണെന്നാണ്. ദാറ്റ് ഈസ് റെപ്രസെന്റഡ് ബൈ ദ ടേം ആക്സലറേഷൻ. ഓക്കെ ആണോ? Okay. So acceleration is equal to change in velocity by time. Yes, നമുക്കറിയാം വെലോസിറ്റി ഓൾറെഡി ഒരു വെക്ടർ ക്വാണ്ടിറ്റി അല്ലേ? അങ്ങനെയാണ് പിന്നെ ആക്സലറേഷൻ എന്തായാലും വെക്ടർ ക്വാണ്ടിറ്റി തന്നെയാണ്. യൂണിറ്റ് എന്തായിരിക്കും? ഇത് മീറ്റർ പെർ സെക്കൻഡ് ആണ്. സോറി, മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. ഈ 2 എന്നുള്ളത് ഇവിടെയാട്ടോ വേണ്ട. എന്തുകൊണ്ടാണ് അത് അങ്ങനെ ആയത്? നമ്മൾ എന്താ പറഞ്ഞേക്കുന്നത്? ആക്സലറേഷൻ എന്ന് പറയുന്നത് ചേഞ്ചിങ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഇത് വെലോസിറ്റി ഡിവൈഡഡ് ബൈ ടൈം അല്ലേ? വെലോസിറ്റിയുടെ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് ആണ്. അതിനെ 1 സെക്കൻഡ് കൊണ്ട് കൂടെ ഡിവൈഡ് ചെയ്യണം. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ നൗ. കാരണം ഈ സെക്കൻഡ് മുകളിലോട്ട് പോണ്ടേ. ഓക്കെ ആണോ? അപ്പൊ നമ്മൾ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ആക്സലറേഷൻ പോസിറ്റീവ് ആവാം, നെഗറ്റീവ് ആവാം, 0 ആവാം. നമ്മൾ വെലോസിറ്റി പറഞ്ഞ പോലെ തന്നെയാണ് ആക്സലറേഷന് 3 വാല്യൂകളിൽ ഏത് വേണമെങ്കിലും ആവാം. ലാസ്റ്റ് പോയിന്റ്, ഇത് മക്കൾ ഓർത്ത് വെക്കേണ്ട ഒരു വേർഡാണ്. നമ്മൾ ഈ നെഗറ്റീവ് ആക്സലറേഷനെ വിളിക്കുന്ന പേരാണ് റീട്ടാർഡേഷൻ. എവിടെയെങ്കിലും നെഗറ്റീവ് ആക്സലറേഷന് നമ്മൾ വിളിക്കുന്ന പേരാണ് റീട്ടാർഡേഷൻ. പേര് ഓർത്ത് വെച്ചാൽ മതി. സാർ അതിന്റെ മലയാളം മന്ദീകരണം എന്നല്ലേ? അത് തന്നെ, കറക്റ്റ്. അപ്പൊ നമുക്ക് ഇപ്പം ഇതുവരെ പഠിച്ച സാധനങ്ങളൊക്കെ ഒന്ന് വളരെ പെട്ടെന്ന് ഒന്ന് കൺക്ലൂഡ് ചെയ്ത് എഴുതാലോ. നമുക്ക് ഇതുവരെ പഠിച്ചിരിക്കുന്നതിൽ നമ്മൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ട 5 സാധനങ്ങളാണ്. ആദ്യത്തത് ഡിസ്റ്റൻസ് എന്താണെന്ന് അറിയണം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഡിസ്പ്ലേസ്മെന്റ് അറിയണം. അത് കഴിഞ്ഞിട്ട് അറിയേണ്ടത് സ്പീഡ്, വെലോസിറ്റി. അതേപോലെ തന്നെ ആക്സലറേഷനും. ഇത്രയും സാധനങ്ങളാണ് അറിയേണ്ടത്. അതിനിടയിലുള്ള ഇൻസ്റ്റന്റേനിയസ് ആവറേജ് ഒന്നും അത്ര ഇമ്പോർട്ടന്റ് അല്ല. പക്ഷെ ഇത്രയും ടേമുകൾ മക്കൾ അറിഞ്ഞിരിക്കണം. ഡിസ്റ്റൻസ് അറിയണം, ഡിസ്പ്ലേസ്മെന്റ് അറിയണം, സ്പീഡ് അറിയണം, വെലോസിറ്റി അറിയണം, ആക്സലറേഷൻ അറിയണം. നമ്മൾ പറഞ്ഞ സ്പീഡ് എന്ന് പറയുന്നത് എന്താണ്? അത് ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടൈം ആണ്, അല്ലെങ്കിൽ ദൂരം ബൈ സമയമാണ്. വെലോസിറ്റി എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം ആണ്. എന്നാൽ ആക്സലറേഷൻ എന്ന് പറയുന്നത് വെലോസിറ്റി ബൈ ടൈം ആണ്. ഓർത്ത് വെക്കോ? അപ്പൊ ഇത്രയും ഞാൻ പറഞ്ഞതിൽ നിന്ന് എന്റെ മക്കൾ ഓർത്തു വെക്കേണ്ടത് ഇത്രയും പോയിന്റുകൾ മാത്രമാണ്. ഓക്കെ, ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എനിക്ക് വേരിയബിൾ ആക്സലറേഷൻ പറയാം, യൂണിഫോം ആക്സലറേഷൻ പറയാം. If an object velocity is increasing at a constant rate, then we say that it's a uniform acceleration. The rate of acceleration is constant. എന്ന് പറഞ്ഞാൽ എപ്പോഴും അതിന്റെ ആക്സലറേഷൻ കൂടുന്നത് എപ്പോഴും ഒരു കോൺസ്റ്റന്റ് റേറ്റിൽ കൂടിക്കൊണ്ടിരിക്കണം. ദാറ്റ് ഈസ് നോൺ ആസ് യൂണിഫോം ആക്സലറേഷൻ. നമ്മൾ കാർ ഓടിക്കുമ്പോൾ നിങ്ങൾ കാറിലൊക്കെ ഒരു കാറിൽ ബ്രേക്കും ക്ലച്ചും പിന്നെ ഒരു ബട്ടൺ ഇല്ലേ? ഏതാണ്? കാറിലൊക്കെ നമ്മളെ കാർ ഡ്രൈവ് ചെയ്യുമ്പോൾ നമുക്ക് 3 പെഡലുകളില്ലേ താഴെ? ആക്സിലറേറ്റർ എന്ന് പറഞ്ഞാൽ വണ്ടിയെ ആക്സിലറേറ്റ് ചെയ്യിപ്പിക്കുന്നത്.
നമ്മൾ അത് ചവിട്ടുമ്പോഴാണ് വണ്ടിയുടെ സ്പീഡ് കൂടുകയും കുറയും ചെയ്യുക അല്ലേ? അല്ലേ? വണ്ടിയുടെ സ്പീഡ് കൂടുകയും കുറയും ചെയ്യുന്നത് നമ്മൾ ആക്സിലറേറ്റർ എന്ന് പറയുന്ന ബട്ടൺ പ്രസ് ചെയ്യുമ്പോഴാണ്. സോ ഞാൻ എന്റെ വണ്ടീനെ ആക്സിലറേറ്റ് ചെയ്യിപ്പിക്കുകയോ ചെയ്യുന്നത് ആക്ച്വലി. മനസ്സിലാവുന്നുണ്ടോ? അതുകൊണ്ടാണ് അതിനെ ആക്സിലറേറ്റർ എന്ന് വിളിക്കുന്നത്. ആരാണ് എന്റെ വണ്ടിയെ ആക്സിലറേറ്റ് ചെയ്യിപ്പിക്കുന്നത്? ഓക്കെ ആണോ? Yes, sir. Yes. So the average acceleration is equal to total change in velocity divided by total time taken. Yes. അപ്പൊ ഇത്രയും നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് മോഷൻ റിലേറ്റഡ് ആയിട്ടുള്ള സാധനങ്ങളായിരുന്നു അല്ലെ? അപ്പൊ മോഷൻ റിലേറ്റഡ് ആയിട്ട് നമ്മൾ പഠിക്കേണ്ട പോയിന്റുകൾ ഏതൊക്കെയായിരുന്നു? ഡിസ്റ്റൻസ്, ഡിസ്പ്ലേസ്മെന്റ്, വെലോസിറ്റി, ആക്സിലറേഷൻ, ഇത്രയാണ് നമ്മൾ പഠിക്കേണ്ടത്. സ്പീഡും. ഈ 5 കാര്യങ്ങൾ മാത്രം ഓർത്ത് വെച്ചാൽ മതി. ഒന്നും കൂടെ പറഞ്ഞേ. ഡിസ്റ്റൻസ്, ഡിസ്പ്ലേസ്മെന്റ്, സ്പീഡ്, ഓക്കെ. ഈ 5 എണ്ണം നമ്മളെ മോഷൻ റിലേറ്റ് ചെയ്തിട്ട് നമുക്ക് +1 ആവശ്യമുള്ള പോയിന്റുകളാണ്. ഞാൻ അടുത്ത വേർഡ് പറയട്ടെ. മാസ്. ഓക്കെ, എന്താ മാസ്? Mass is the basic property of a matter. ഒരു എന്താ പറയാ മാറ്റർ അല്ലെങ്കിൽ ഒരു ദ്രവ്യത്തിന്റെ ബേസിക് പ്രോപ്പർട്ടിയാണ് മാസ് എന്ന് പറയുന്നത്. വേറെ ഏതെങ്കിലും ഒരു ബേസിക് പ്രോപ്പർട്ടി പറയാൻ പറ്റുമോ നിങ്ങൾക്ക്? മാസ് അല്ലാതെ, ഭാരമല്ലാതെ വേറെ ഏതെങ്കിലും? ഞാൻ പറയട്ടെ ഒരു പോയിന്റ്. നിങ്ങൾ ചാർജ് എന്ന് കേട്ടിട്ടുണ്ടോ? ചാർജ്. ചാർജ് എന്ന് പറയുന്നതും ഒരു മാറ്ററിന്റെ ബേസിക് പ്രോപ്പർട്ടിയാണ്. ഇപ്പൊ മാസും ചാർജും എല്ലാ മാറ്ററിനുള്ള ഒരു ബേസിക് ആയിട്ടുള്ള പ്രോപ്പർട്ടിയാണ് മാസ്. എല്ലാ ദ്രവ്യത്തിനും എല്ലാത്തിനും ഒരു പെർട്ടിക്കുലർ ഭാരമുണ്ട്. ഓക്കെ. സെക്കൻഡ് വൺ, യെസ്, it does not depends on temperature, pressure or location of an object in space. Yes. ഈ ഒരു ബോഡിയുടെ മാസ് എന്ന് പറയുന്നത് ഒരിക്കലും ടെമ്പറേച്ചറിനെയോ പ്രഷറിനെയോ അല്ലെങ്കിൽ അത് വച്ചിരിക്കുന്ന ലൊക്കേഷനെ ഒന്നും ഡിപ്പെൻഡ് ചെയ്യുന്ന സാധനങ്ങളല്ല. ഇപ്പൊ എന്റെ പെണ്ണിനൊരു പെർട്ടിക്കുലർ ഭാരമുണ്ട്. അതൊരിക്കലും ഇങ്ങനെയുള്ള എക്സ്റ്റേണൽ പാരാമീറ്ററിനെ എഫക്ട് ചെയ്യില്ല. ഓക്കെ ആണോ? ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. ദെൻ മാസിന്റെ യൂണിറ്റ് എന്താണ്? കിലോഗ്രാം. കിലോഗ്രാം. നമ്മൾ കടയിലൊക്കെ പോയിട്ട് സാധനം വാങ്ങിക്കാറില്ലേ? സാധനം വാങ്ങിക്കുമ്പോൾ നമ്മൾ 5 കിലോഗ്രാം അങ്ങനെ അരിയൊക്കെ വാങ്ങിക്കുക. നിങ്ങൾ പലചരക്ക് കടയിലൊക്കെ എഴുതി വെച്ചിട്ടില്ല 1 kg = ഇത്ര റേറ്റ് ഇത്ര. സോ ദ kg എന്ന് പറയുന്നത് ഇറ്റ്സ് ദ യൂണിറ്റ് ഓഫ് മാസ്. മാസ് എന്ന് പറയുന്ന ഒരു സ്കേലാർ ക്വാണ്ടിറ്റിയാണ്. എന്ന് പറഞ്ഞാൽ നമുക്ക് അതിന്റെ മാഗ്നിറ്റ്യൂഡ് മാത്രം മതി. എനിക്ക് അതിനെ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ അതിന്റെ ഡയറക്ഷൻ ഒന്നും വേണ്ട. സോ മാസ് എന്ന് പറയുന്നത് ഒരു സ്കേലാർ ക്വാണ്ടിറ്റിയാണ്. യെസ്. അടുത്ത ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്, മാസ് ഇസ് ദ മെഷർ ഓഫ് ഇനേഷ്യ ഓഫ് എ ബോഡി. ഇറ്റ്സ് എ വെരി വെരി ഇമ്പോർട്ടന്റ് പോയിന്റ്. മാസ് എന്ന് പറയുന്നത് ആക്ച്വലി മാസ് എന്ന് പറഞ്ഞ ഇറ്റ്സ് എ മെഷർ ഓഫ് എൻ ഇനേഷ്യ. അപ്പൊ എന്താ ഈ ഇനേഷ്യ എന്ന് പറഞ്ഞ? മലയാളം മീഡിയത്തിൽ ജഡത്വം എന്ന് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്. അപ്പൊ നമുക്കത് എന്താന്ന് നോക്കാം. ഇനേഷ്യ. ഓക്കെ, ശരിക്കും പറഞ്ഞു ഇത് ഇനി അങ്ങോട്ടും എല്ലാ പോയിന്റുകളും മക്കൾ വളരെ ഭംഗിയായിട്ട് ശ്രദ്ധിക്കണം. ഇനേഷ്യ എന്ന് പറയുന്നത് സത്യത്തിൽ ഇനേഷ്യ എന്ന് പറഞ്ഞാൽ മടി എന്നർത്ഥം. എനിക്ക് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാനുള്ള മടി. എനിക്ക് ഫോർ എക്സാമ്പിൾ എനിക്ക് എനിക്ക് റിമോട്ട് ഇവിടുന്ന് പൊക്കാനുള്ള മടി. അതിനെയാണ് നമ്മൾ ഇനേഷ്യ. അതിനർത്ഥം തന്നെ എനിക്ക് മടി എന്നുള്ളതാണ്. ഇപ്പൊ ഫിസിക്സിലേക്ക് നമ്മൾ അത് എങ്ങനെ പറയും? ഈ ജീവനില്ലാത്ത വസ്തുക്കൾക്ക് അവരുടെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്
അവർക്ക് സ്വന്തമായിട്ടൊന്നും ചെയ്യാൻ പറ്റാത്ത അവരുടെ ഒരു കഴിവില്ലായ്മയുണ്ട്. ഇപ്പൊ ഇതൊരു എന്റെ ഇത് കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക്? എന്റെ കയ്യിലുള്ള ഒബ്ജക്റ്റ് കാണാൻ പറ്റുന്നുണ്ടോ? പറ്റുന്നുണ്ട്. ഇതൊരു TV റിമോട്ടാണ്. ഞാൻ ഈ റിമോട്ടിനെ ഇവിടെ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ആ റിമോട്ടിന് തന്നെ അതിന്റെ അകത്ത് എന്തെങ്കിലും ഒരു ബലം ഉണ്ടാക്കിയിട്ട് അതിന് നടന്നു പോകാനോ അല്ലെങ്കിൽ അതിന് മൂവ് ചെയ്യാനോ പറ്റില്ല. ശരിയല്ലേ? അത് ഈ റിമോട്ടിന്റെ ഒരു കഴിവില്ലായ്മയാണ് അല്ലെ? സ്വന്തമായിട്ടൊന്നും ചെയ്യാൻ പറ്റാത്ത ഇതിന്റെ കഴിവില്ലായ്മ, അതിനെയാണ് നമ്മൾ ഇനേഷ്യ എന്ന് വിളിക്കുന്നത്. ഓക്കെ ആണോ? നിങ്ങൾ മടി എന്ന് ഓർമ്മിച്ചാൽ മതി. മടി, ഇനേഷ്യ. അപ്പൊ എങ്ങനെ ഡെഫിനിഷൻ എങ്ങനെ പറയാം? ദ ഇൻഎബിലിറ്റി, നോക്കൂ ആ വേർഡ്, the inability of a body to change by itself its state of rest or uniform motion along a straight line. എന്താണ്? നമുക്ക് ഞാൻ 3 ഡിഫറെന്റ് പോസിബിലിറ്റീസ് പറയാം. നിങ്ങൾ നോക്കിക്കോ. റെസ്റ്റിലിരിക്കുന്ന ഒരു ബോഡിക്ക് ഞാൻ ഇവിടെ ഒരു ബോഡിയെ റെസ്റ്റിൽ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, റെസ്റ്റ് എന്ന് പറഞ്ഞാൽ വെറുതെ വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞത് അനങ്ങുന്നില്ല എന്നതാണ് അർത്ഥം. ഈ റെസ്റ്റിൽ വെച്ചിരിക്കുന്ന ബോഡി ഒരിക്കലും ആ ബോഡി തന്നെ ഒരു ഫോഴ്സ് ഉണ്ടാക്കിയിട്ട് ഇത് ഇവിടുന്ന് മൂവ് ചെയ്തിട്ട് വേറൊരു പോയിന്റിലോട്ട് പോവില്ല. ഓക്കെ ആണോ? ഇത് ഒന്നാമത്തെ കേസ്. രണ്ടാമത്തെ കേസ് ഞാൻ പറയാണ്, ഇവിടുന്ന് ഒരു ബോൾ ഉരുണ്ട് വന്നുകൊണ്ടിരിക്കുവാണെന്ന് വിചാരിക്കും നിങ്ങൾ. ഇതിങ്ങനെ മൂവ് ചെയ്ത് വന്നുകൊണ്ടിരിക്കുവാണ്. ഞാൻ ഇവിടെ നിന്ന് ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് അപ്ലൈ ചെയ്തില്ലെങ്കിൽ ഈ ബോള് ഇവിടെ നിൽക്കില്ല. ശരിയല്ലേ? ഓക്കെ, അപ്പോ ഈ ബോള് തന്നെ ഒരു ഫോഴ്സ് ഉണ്ടാക്കിയിട്ട് ഒരു പർട്ടിക്കുലർ സ്ഥലത്ത് നിൽക്കില്ല. നമ്മൾ അതിന് എന്തെങ്കിലും ചെയ്യാതെ അതിനൊരിക്കലും സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ ആണോ? അപ്പൊ ഇങ്ങനെയുള്ള ഈ ജീവനില്ലാത്ത വസ്തുക്കൾക്കുള്ള ഇതുപോലുള്ള കഴിവില്ലായ്മയെ നമ്മൾ ഫിസിക്സിൽ വിളിക്കുന്ന പേരാണ് ഇനേഷ്യ. ഓക്കെ ആണോ? ഓക്കെ സർ. ഓക്കെ, ഈ ഇനേഷ്യ 3 തരത്തിലാണ് ഇനേഷ്യ ഉള്ളത്. ഒന്ന്, ഇനേഷ്യ ഓഫ് റെസ്റ്റ്. ഞാൻ ഇപ്പൊ പറഞ്ഞു, റെസ്റ്റിൽ ഇരിക്കുന്ന വസ്തുവിന് ഒരിക്കലും ഒറ്റ അനങ്ങി പോകാൻ പറ്റില്ല. അതിനെ വിളിക്കുന്ന പേരാണ് ഇനേഷ്യ ഓഫ് റെസ്റ്റ്. അടുത്തതാണ് ഇനേഷ്യ ഓഫ് മോഷൻ. മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഒബ്ജക്റ്റിന് നമ്മൾ ഫോഴ്സ് കൊടുക്കാതെ അതിനൊരിക്കലും നിൽക്കാൻ പറ്റില്ല. അത് മൂവ് ചെയ്തുകൊണ്ടിരിക്കും. എന്നാൽ അടുത്തതിനെ വിളിക്കുന്ന പേരാണ് ഇനേഷ്യ ഓഫ് ഡയറക്ഷൻ. ഒരു പെർട്ടിക്കുലർ ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്ന ഒബ്ജക്റ്റിനെ നമ്മൾ അതിന്റെ അകത്തേക്ക് എക്സ്റ്റേണൽ ആയിട്ട് എന്തെങ്കിലും ചെയ്യാതെ അതിനൊരിക്കലും അതിന്റെ ഡയറക്ഷനിൽ മാറ്റം വരുത്താൻ പറ്റില്ല. ഞാൻ ഓരോ എക്സാമ്പിൾ പറയാം. ഞാൻ ആദ്യം ഇനേഷ്യ ഓഫ് റെസ്റ്റിനുള്ള എക്സാമ്പിൾ പറയാം. ഓക്കെ, ഞാൻ ആദ്യം ഇനേഷ്യ ഓഫ് റെസ്റ്റിന്റെ എക്സാമ്പിൾ പറയാൻ പോവാണ്. നിങ്ങൾ ഒരു ബസ്, ഓക്കെ, ബസ് ഒരു നിർത്തിയിട്ടിരിക്കുന്ന ബസ്സാണെന്ന് നിങ്ങൾ വിചാരിക്കുക. ഓക്കെ ആണോ? ഇത് ബസ്സായിട്ട് കരുതണേ. എനിക്ക് ബസ് നന്നായിട്ട് വരയ്ക്കാനൊന്നും അറിയില്ല. ഇതൊരു ബസ്സാണെന്ന് നിങ്ങൾ വിചാരിക്കും. ഓക്കെ, ഇവിടെ ഒരു ടയർ ഉണ്ടെന്ന് വിചാരിച്ചോ. ബസ്സായിട്ട് തോന്നുന്നുണ്ടോ? ഓക്കെ, ബസ്സായിട്ട് തോന്നുന്നില്ല? ഇല്ല. ഓക്കെ, ബസ് ഇപ്പൊ എങ്ങനെയാ വരയ്ക്കുക? എനിക്ക് നന്നായിട്ട് വരയ്ക്കാനൊക്കെ അറിയാം, പക്ഷെ വേണ്ട വിചാരിച്ചിട്ടാണ്. ഓക്കെ, ഡോർ ആയിക്കോട്ടെ. ഇപ്പൊ ചെറുതായിട്ടൊരു ബസ് പോലെ തോന്നുന്നുണ്ടോ? ഏറെക്കുറെ മതി. ബസ് നിർത്തിയിട്ടിരിക്കുവാണെന്ന് വിചാരിക്കുക. ഞാൻ ഈ ബസ്സിൽ കയറിയിട്ട് ഈ ബസ്സിലൊരു കമ്പി ഉണ്ടാവില്ല ഇങ്ങനെ പിടിക്കാൻ വേണ്ടിയിട്ട്. ഞാനിത് പിടിച്ചിട്ട് ഞാൻ ഇവിടെ ഇങ്ങനെ നിൽക്കുവാണെന്ന് വിചാരിക്കുക ബസ്സിൽ. ഇപ്പൊ ബസ് നിർത്തിയിട്ടിരിക്കുവാണ്, ഞാൻ നിൽക്കുവല്ലേ ചെയ്യുന്നേ. ഇപ്പൊ എന്റെ അവസ്ഥ എന്താണ്? ഇപ്പൊ എന്റെ അവസ്ഥ പറഞ്ഞാൽ ഞാൻ നിൽക്കുവാണ്. ക്ലിയർ? ഞാൻ റെസ്റ്റിൽ നിൽക്കുവാണ്, ഞാൻ അനങ്ങുന്നൊന്നുമില്ല.
ഈ ബസ് പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്തു എന്ന് വിചാരിക്കുക നിങ്ങൾ. ഇത് പെട്ടെന്ന് സഡൻലി ബസ് മൂവ് ചെയ്താ എനിക്ക് എന്ത് സംഭവിക്കും? ഞാൻ പിറകിലോട്ട് പോകും. ഞാൻ ജസ്റ്റ് ഒന്ന് പിറകിലോട്ടാവുമല്ലോ. നിങ്ങളൊന്ന് ഫീൽ ചെയ്തേ. നിങ്ങൾ ചിലപ്പോ കാറിലൊക്കെ കയറിയിട്ട് പെട്ടെന്ന് കാറൊന്ന് സ്റ്റാർട്ട് ചെയ്താ നമ്മളൊന്നിങ്ങനെ തെറിച്ചു പോവല്ലേ? നമ്മൾ ഫീൽ ചെയ്യാറില്ലേ? ബസ്സിലൊക്കെ പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ തെറിച്ച് പുറകിലോട്ട് വീഴും. നിങ്ങളൊന്ന് ഇനി മുതൽ ബസ്സിലൊക്കെ പോകുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. സഡൻലി സ്റ്റാർട്ട് ചെയ്യുമ്പോഴാണേ. ഓക്കെ ആണോ? ഇവിടെ എന്തുകൊണ്ടാണ് നമ്മൾ തെറിച്ച് പുറകിലോട്ട് പോകുന്നത്? കാരണം ആദ്യം ഞാനും ബസ്സും രണ്ട് റെസ്റ്റിൽ ഇരിക്കുമായിരുന്നു അല്ലെ? അപ്പൊ ശരിക്കും എനിക്ക് റെസ്റ്റിൽ ഇരിക്കാനാണ് ഇഷ്ടം. എന്റെ ബോഡി ഓൾറെഡി റെസ്റ്റിൽ അതിന്റെ ആ ഒരു സ്റ്റേജ് അതിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് വന്നുകൊണ്ടിരിക്കുമായിരുന്നു. പെട്ടെന്ന് എന്ത് പറ്റി? ഈ ബസ് മൂവ് ചെയ്തപ്പോ, ഈ ബസ് പെട്ടെന്ന് സഡൻലി സ്റ്റാർട്ട് ചെയ്തപ്പോ ഇതിന് മുന്നിലോട്ടൊരു ഫോഴ്സ് കിട്ടിയെന്ന് വിചാരിക്കും നിങ്ങൾ. പക്ഷേ ഇത് പെട്ടെന്ന് ഇത് മുന്നോട്ട് സ്റ്റാർട്ട് ചെയ്താലും എനിക്ക് എന്ത് സ്റ്റേജിൽ നിൽക്കാനാണ് ഇഷ്ടം? ഞാൻ ഏത് അവസ്ഥയിലാണോ തുടർന്നുകൊണ്ടിരിക്കുന്നത് അതേ അവസ്ഥയിൽ തുടരാനാണ് എനിക്ക് ഇഷ്ടം. ശരിയല്ലേ? അല്ലേ? അപ്പൊ ബസ് പെട്ടെന്ന് മുന്നോട്ട് പോയപ്പോ ആ മുന്നോട്ട് പോയ അല്ലെങ്കിൽ എന്റെ പെട്ടെന്ന് ബസ് എത്രമാത്രം മുന്നോട്ട് പോയിട്ടുണ്ടോ അതിനെ ക്യാൻസൽ ചെയ്യേണ്ട അത്രയും ഫോഴ്സ് ഞാൻ പിറകിലോട്ടുണ്ടാകും. അപ്പൊ അതിന്റെ നെറ്റ് ഫോഴ്സ് എടുക്കുമ്പോൾ അത് 0 കിട്ടുമല്ലോ. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ നിങ്ങൾ നോക്കിയാൽ മതി. നിങ്ങൾ ചില വണ്ടികളൊക്കെ മെല്ലനെ മൂവ് ചെയ്യുമ്പോൾ നമ്മൾ പിറകോട്ട് വീഴാറില്ല. ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങൾ? കാരണം എന്തുകൊണ്ടാ? കാരണം ഇത് വളരെ ചെറിയ മുന്നോട്ടുള്ളതേ ഉണ്ടാക്കുന്നുള്ളൂ എങ്കിൽ എന്റെ ബോഡി ഉണ്ടാക്കുന്നത് വളരെ ചെറിയതായിരിക്കും. അതെനിക്ക് ഫീൽ ചെയ്യാൻ പറ്റാത്ത ഒരു ബാക്ക്വേർഡ് ഫോഴ്സ് ആണ് ഉണ്ടാക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ. അപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. നമുക്കിത് ബസ്സിലും കാറിലൊക്കെ നമുക്ക് ഇത് സ്ഥിരമായിട്ട് ഫീൽ ചെയ്യാൻ പറ്റും. പക്ഷെ നമുക്ക് ട്രെയിനിൽ ഇത് ഫീൽ ചെയ്യാറില്ല. ശ്രദ്ധിച്ചിട്ടുണ്ടോ? ട്രെയിൻ മൂവ് ചെയ്യുമ്പോൾ നമ്മളിങ്ങനെ തെറിച്ച് പോകാറുണ്ടോ? ട്രെയിൻ മൂവ് ചെയ്യുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇങ്ങനെ നമ്മൾ അറിയാതെ മൂവ് ചെയ്യുന്ന കണ്ടിട്ടുണ്ടോ? നമ്മൾ തെറിച്ച് വീഴുന്ന വളരെ വളരെ റെയർ ആയിരിക്കും. കാരണം അവിടെ മാസ് ഭയങ്കര കൂടുതലായതുകൊണ്ടാണ് ട്രെയിനിന്റെ. ഓക്കെ ആണോ? യെസ്. അപ്പൊ ഇവിടെ നിങ്ങൾ അറിയേണ്ടത് ഇനേഷ്യ റെസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്റെ ബോഡിക്ക് റെസ്റ്റിൽ ഇരിക്കാനാണ് ഇഷ്ടം. പെട്ടെന്ന് ഞാൻ ബസ്സിൽ ടച്ച് ചെയ്തിരിക്കുന്നതുകൊണ്ട് തന്നെ ബസ് മൂവ് ചെയ്യുമ്പോൾ ഞാനും ആ മോഷന്റെ പാർട്ടാവും. പക്ഷെ എനിക്കൊരിക്കലും മുന്നോട്ട് പോകാൻ ഇഷ്ടമല്ല. ആ മുന്നോട്ട് പോയതിനെ ക്യാൻസൽ ചെയ്യാൻ ഞാനൊന്ന് പിറകിലോട്ട് വീഴുന്നു. ഇസ് ഇറ്റ് ക്ലിയർ? ഓക്കെ. എന്നാ അടുത്തത് ഇനേഷ്യ ഓഫ് മോഷൻ. ഇതേ കേസ് തന്നെ. ഇതേ ബസ് തന്നെ. ബസ്സാണ് എപ്പോഴും പറയാനുള്ളത്. ഇത് ബസ്സായിട്ട് നിങ്ങൾ സങ്കല്പിക്കണം കേട്ടോ. ഞാൻ വേണമെങ്കിൽ ഇവിടെ ഒരു ബോർഡ് വെക്കാം, ബസ് എന്ന് പറഞ്ഞിട്ട്. ഇവിടെ ഇതിന്റെ കേസ് സംഭവിക്കുന്നത് ബസ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു എന്ന് വിചാരിക്കും നിങ്ങൾ. ബസ് നല്ല സ്പീഡിൽ മൂവ് ചെയ്തുകൊണ്ടിരിക്കുവാണ്. കണ്ടിന്യൂസ് ആയിട്ട് നല്ല സ്പീഡിൽ വന്നുകൊണ്ടിരിക്കുമ്പോ പെട്ടെന്ന് ഒരു പൂച്ചയോ അല്ലെങ്കിൽ ഒരു പട്ടിയോ എന്തെങ്കിലും ഈ ബസ്സിന്റെ മുമ്പിലോട്ട് ഒരു ചാട്ടം വെച്ച് കൊടുത്തു എന്ന് വിചാരിക്കും. അപ്പൊ ഡ്രൈവർ പെട്ടെന്ന് ബ്രേക്ക് ചവിട്ടുമല്ലോ. സഡൻലി ഡ്രൈവർ ബ്രേക്ക് ചവിട്ടിയപ്പോ ഞാൻ എന്ത് ചെയ്യും? ഞാൻ മുന്നോട്ട് പോവുമല്ലോ. എന്തുകൊണ്ടാ മുന്നോട്ട് പോകുന്നത്? കാരണം ഈ ബസ് ആദ്യം മൂവ് ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നില്ലേ? അപ്പൊ ഞാനും ആ ഒരു മോഷന്റെ പാർട്ടാണ് അല്ലെ? ബസ് ഒരുപാട് സമയമായിട്ട് ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുവാണ്. ഞാനും ആ മോഷന്റെ പാർട്ടായിട്ട് വന്നുകൊണ്ടിരിക്കുവാണ്. പെട്ടെന്ന് ബസ് സ്റ്റോപ്പ് ചെയ്ത് എന്ത് പറ്റി? ബസ് പെട്ടെന്ന് അതിന്റെ മോഷൻ എന്നുള്ള സ്റ്റേറ്റിനെ റെസ്റ്റിലോട്ട് മാറ്റാൻ പോവാണ് അല്ലെ?
അല്ലേ? ബസ് സഡൻ ബ്രേക്ക് കിട്ടും എന്ന് പറഞ്ഞാൽ ബസ് സ്റ്റോപ്പ് ചെയ്യാൻ പോവല്ലേ? Yes. അതെ. പക്ഷെ എനിക്ക് ഏത് അവസ്ഥയിൽ തുടരാനാണ് ഇഷ്ടം? നേരത്തെ ഉണ്ടായിരുന്നത് അതേ അവസ്ഥയിൽ തുടരണം. നേരത്തെ ഞാൻ മോഷനിലായിരുന്നു. അപ്പൊ ഇയാൾ എത്രമാത്രം ബ്രേക്ക് ചവിട്ടിയിട്ടാണോ സ്റ്റോപ്പ് ചെയ്യുന്നത് അത്രമാത്രം ഞാൻ മുന്നോട്ട് പോകാൻ ശ്രമിക്കും. Is it clear? Yes. Yes. ഇതിനെ വിളിക്കുന്ന പേരാണ് ഇനേഷ്യ ഓഫ് മോഷൻ. ക്ലിയർ ആണോ? അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും കാറിൽ നമ്മൾ സീറ്റ് ബെൽറ്റ് ഇടണം എന്ന് പറയുന്നത്. ഇതുകൊണ്ടാണ് കാറിൽ നമ്മൾ സ്ഥിരമായിട്ട് സീറ്റ് ബെൽറ്റ് ഇടണം എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ്? കാറ് പെട്ടെന്ന് പോയിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് നമ്മൾ സഡൻ ബ്രേക്ക് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഇവിടുന്ന്, കാരണം നമ്മൾ കാറ് പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മളും ആ മോഷന്റെ പാർട്ടാണ്. പെട്ടെന്ന് കാറ് റെസ്റ്റിലേക്ക് പോകുമ്പോൾ നമുക്ക് റെസ്റ്റിലേക്ക് പോകാൻ പറ്റില്ല. നമ്മളപ്പോ തെറിച്ച് പോയിട്ട് ഈ ഗ്ലാസ്സിന് വെച്ച് അടിക്കും. കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടോ? Yes, sir. അതുകൊണ്ടാണ് നമുക്കൊരു സീറ്റ് ബെൽറ്റ് ഇട്ട് കെട്ടി വെച്ചേക്കുന്നത്. അപ്പൊ അതിന്റെ പുറകിലുള്ള ഫിസിക്സ് ഇതാണ്. ഓക്കെ. ഇനി ലാസ്റ്റ് വൺ, ഇനേഷ്യ ഓഫ് ഡയറക്ഷൻ. ഇത് നമുക്ക് സ്ഥിരമായിട്ട് കാണാൻ പറ്റുന്നതാണ്. നിങ്ങൾ ഒരു ചരടിൽ ഒരു കല്ല് കെട്ടിയിട്ട് ഇങ്ങനെ കറക്കിക്കൊണ്ടിരിക്കുക. നമ്മളിങ്ങനെ തലയുടെ മുകളിലൂടെ പണ്ട് ഇങ്ങനെ കറക്കാറില്ലേ? ഒരു നല്ല സ്പീഡിൽ കറക്കി 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 ഒരു 10 റൗണ്ട് ഒക്കെ കഴിയുമ്പോൾ പെട്ടെന്ന് നിങ്ങൾ ഇത് ഇവിടുന്ന് റിലീസ് ചെയ്യുന്നതിന് ആ ചരടിനെ പെട്ടെന്ന് ഒന്ന് കയ്യിൽ നിന്ന് വിട്ടു നോക്കുക. അപ്പൊ ഇത് എങ്ങനെയാ പോവാന്നറിയോ നിങ്ങൾക്ക്? ഇത് നിങ്ങൾ വിട്ട അടുത്ത ഇൻസ്റ്റന്റിൽ തന്നെ ഇത് പോകുന്നത് എപ്പോഴും ഒരു റൗണ്ട് ഇങ്ങനെ കറങ്ങി വന്ന് അടുത്തൊരു റൗണ്ട് കറങ്ങി ഇതിങ്ങനെ ടാൻജൻഷനലി തെറിച്ചു പോകും. ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങള്? ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് പറഞ്ഞാൽ, കാരണം ഇതിന് ഈ സർക്കുലാർ ഷേപ്പിൽ കറങ്ങാൻ തന്നെയാണ് ഇതിന് ഇഷ്ടം. ശരിയല്ലേ? അപ്പൊ പെട്ടെന്ന് നമുക്ക് അതിന്റെ എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ അത് ആ പെട്ടെന്നുള്ള ചേഞ്ചിനെ ആക്സെപ്റ്റ് ചെയ്യില്ല. അത് വീണ്ടും ഒരു റൗണ്ടും കൂടി കറങ്ങാൻ ശ്രമിക്കും മാക്സിമം. നിങ്ങൾ നോക്കിയാൽ മതി. നിങ്ങൾ കുട്ടികൾ സ്കൂളുകളിൽ നിന്നൊക്കെ ഇങ്ങനെ ഒരു കളി കളിക്കാറുണ്ടോ? ഒരു തൂണിന് ചുറ്റിൽ ഇങ്ങനെ ഓടി കളിക്കാറുണ്ടോ? ഓടി കളിക്കാറില്ലേ നമ്മള്? അപ്പൊ നമ്മളൊരു 10 റൗണ്ട് ഒക്കെ കണ്ടിന്യൂസ് ആയിട്ട് ഓടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് നിർത്താൻ പറ്റില്ല. ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങള്? ഇന്ന് നിങ്ങൾ ഓടി നോക്കുക കേട്ടോ. ചെറിയ ക്ലാസ്സിൽ നമ്മൾ കളിക്കുന്ന കളിയാണ്. ഒരു തൂണ് പിടിച്ചിട്ട് അതിന് ചുറ്റിൽ കുറെ റൗണ്ട് ഓടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് നിർത്തിക്കഴിഞ്ഞാൽ നമുക്കൊരു ബാലൻസ് കിട്ടില്ല. ശ്രദ്ധിച്ചിട്ടുണ്ടോ? അപ്പൊ ഇത്രയും പറഞ്ഞതിൽ നിന്ന് എന്റെ മക്കൾ ഓർമ്മിക്കേണ്ട പോയിന്റ് എന്താണ്? ഇനേഷ്യ എന്ന് പറയുന്ന വേർഡ് എന്ന് പറയുന്നത് ഒരു ബോഡിക്ക് സ്വന്തമായിട്ട് മൂവ് ചെയ്യാനോ അല്ലെങ്കിൽ ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ബോഡിക്ക് പെട്ടെന്ന് അതിന്റെ സ്റ്റേറ്റിനെ മാറ്റാൻ, എന്ന് പറഞ്ഞാൽ റെസ്റ്റിൽ നിന്ന് മോഷനിലേക്കോ അല്ലെങ്കിൽ മോഷനിൽ നിന്ന് റെസ്റ്റിലേക്കോ മാറ്റാൻ പറ്റാത്ത ആ ബോഡിയുടെ കഴിവില്ലായ്മയാണ് നമ്മൾ ഇനേഷ്യ എന്ന് വിളിക്കുന്നത്. ഓക്കെ ആണോ? ഓക്കെ സർ. ഓക്കെ. ശരിക്കും ഈ ഇനേഷ്യ എന്ന് പറയുന്നത് മാസുമായിട്ട് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നതാണ്. കാരണം എന്താ? മാസ് കൂടിയ ബോഡിക്ക് അതിന്റെ സ്റ്റേറ്റ് മാറ്റാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. നിങ്ങൾ നോക്കി, നല്ല വെയിറ്റ് കൂടിയ ഒരു വസ്തുവിനെ റെസ്റ്റിൽ നിന്ന് മോഷനിലേക്ക് മാറ്റാൻ നമ്മൾ നല്ല എഫേർട്ട് എടുക്കേണ്ടി വരും. അല്ലേ? അല്ലേ? ശരിയല്ലേ? അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്, നമ്മൾ ഇതിന്റെ മുകളിലത്തെ സ്ലൈഡിൽ നമ്മളൊരു പോയിന്റ് പഠിച്ചു. എന്താ? മാസ് ഇസ് ദ മെഷർ ഓഫ് ഇനേഷ്യ എന്ന് പറയുന്നത്. അപ്പൊ ഒരു ബോഡിക്ക് എത്രമാത്രം ഏതെങ്കിലും ഒരു പ്രവൃത്തി ചെയ്യാൻ പറ്റാത്ത, അതിന്റെ ഒരു എത്രമാത്രം പറ്റാണ്ട് നിൽക്കുന്നുണ്ട്, അതാണ് ശരിക്കും മാസ് എന്ന് പറയുന്നത്. ഓക്കെ ആണോ? സോ അത്രയും പോയിന്റുകൾ മക്കൾ ഓർത്ത് വെക്കുക. ഇത്രയും പറഞ്ഞതിൽ നിന്ന് എന്റെ മക്കൾ ഓർത്ത് വെക്കേണ്ടത് ആ വേർഡ് മാത്രമാണ്. ക്ലിയർ? Clear, sir. Okay. Then move to another term.
ദാറ്റ് ഈസ് നോൺ ആസ് മൊമെന്റം. ഇതിനെ മലയാളത്തിൽ ആക്കം എന്ന് പറയും. കേട്ടിട്ടുണ്ടോ? ഓക്കെ. എന്താ മൊമെന്റം എന്ന് പറഞ്ഞ? മൊമെന്റം എന്ന് പറഞ്ഞ നിങ്ങൾ ചിന്തിക്കുക, എന്റെ കയ്യിൽ ഒരു വലിയ പെട്ടി ഉണ്ട് എന്ന് വിചാരിക്കുക. ഓക്കെ, ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് ഗ്ലാസ് കൊണ്ടാണെന്ന് വിചാരിക്കുക. ഗ്ലാസ് ഇസ് മെയ്ഡ് അപ്പ് ഓഫ് ഗ്ലാസ്. ഓക്കെ, അത്ര ഓക്കെ ആണോ? ഗ്ലാസിന്റെ ഈ ബോക്സിന്റെ അകത്ത് കുറെ, നിങ്ങൾക്ക് എന്താ ഇഷ്ടം, കുറെ ഗോൾഡ് ഉണ്ട് എന്ന് വിചാരിക്കുക. കുറെ ഗോൾഡ് കോയിനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്ന് വിചാരിക്കുക. അല്ലെങ്കിൽ കുറെ ക്യാഷ് ഉണ്ടെന്ന് വിചാരിക്കുക. കുറെ 2000 രൂപയുടെ നോട്ട് ഇതിനകത്ത് ഇഷ്ടം പോലെ ഉണ്ടെന്ന് വിചാരിക്കുക. നിങ്ങൾക്ക് എന്താണോ ഏറ്റവും വിലപ്പെട്ടത് അതൊക്കെ അതിൻ്റെ അകത്ത് ഉണ്ടെന്ന് വിചാരിക്കുക. നിങ്ങൾക്ക് ഇതിന്റെ അകത്തുനിന്ന് ഇപ്പൊ ഈ ഗോൾഡോ അല്ലെങ്കിൽ ഈ ക്യാഷോ എടുക്കണമെങ്കിൽ ഈ ചില്ലിനെ നമുക്ക് പൊട്ടിക്കണം അല്ലേ? ചില്ല് പൊട്ടിക്കണ്ടേ? അപ്പോ ഞാൻ പറയാണ്, ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും, ഇത് ഞാനാണ്, ഇത് എൻ്റെ ഫ്രണ്ട് ഉണ്ടെന്ന് വിചാരിക്കും. ഇത് 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 ഞാനാണ്. ഞാൻ എൻ്റെ പേര് സുധി. ഓക്കെ, ഇതില് ആരാണ്? തരുണാണെന്ന് വിചാരിക്കാം. തരുൺ എൻ്റെ ഫ്രണ്ടാണെന്ന് വിചാരിക്കും. അപ്പൊ ഞാനും തരുണും കൂടിയിട്ട് ഈ പൈസയൊക്കെ കക്കാൻ പോവാണെന്ന് വിചാരിക്കും നിങ്ങൾ. നമുക്ക് എങ്ങനെയെങ്കിലും ഇത് പൊട്ടിക്കണം. അപ്പോ ഞാനൊരു വലിയ പാറക്കല്ല് എടുത്തു കൊണ്ടുവന്നിട്ട് ഇതിന്റെ മുകളിലേക്ക് എറിയാൻ പോവാണ്. അല്ലെങ്കിൽ ഇതിന്റെ മുകളിൽ എടുത്തിട്ട് ഇങ്ങനെ കുത്താൻ പോവാണ്. എന്നാൽ തരുൺ ഒരു ചെറിയ കല്ലെടുത്തു കൊണ്ടുവന്നു. ഓക്കെ, എന്നിട്ട് ഇത് വെച്ചിട്ട് തരുൺ ഇതിന്റെ മുകളിലേക്ക് കുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഇതിൽ ആര് ചെയ്യുമ്പോഴായിരിക്കും ഈ ഗ്ലാസ് വളരെ വേഗത്തിൽ പൊട്ടുക? എന്തുകൊണ്ടാ? എന്റെ കയ്യിലുള്ള വെരി ഗുഡ്, ഇതിന്റെ മാസ് കൂടുതലാണല്ലേ? അപ്പൊ ഈ ഗ്ലാസിന്റെ മുകളിൽ കൂടുതൽ എഫക്റ്റ് ഉണ്ടാവുന്നത് ഈ മാസ് കൂടിയ സാധനം കൊണ്ട് ഇടിക്കുമ്പോഴായിരിക്കും അല്ലേ? ഓക്കെ, ശരി. എന്നാ ഞാൻ ഇത് ഒന്നാമത്തെ കേസാണ്. രണ്ടാമത്തത്, വീണ്ടും ഞാനും തരുണും വന്നു. ഇത് തരും. ഓക്കെ, ഇവിടെ ഞാൻ ചെയ്യുന്നത്, ഞാൻ ഒരു കുറച്ച് വലിപ്പമുള്ള ഒരു കല്ലെടുത്തു. ഞാൻ ഈ കല്ലിനെ കുറച്ച് ഡിസ്റ്റൻസ് വെച്ചിട്ട് ഞാൻ ഇതിനെ എറിയാൻ പോവാണ്. നമ്മൾ ത്രോ ചെയ്യാറില്ലേ? ഒരു ക്രിക്കറ്റ് ബോളോ ഒരു ഫുട്ബോളിനെ എടുത്ത് എറിയാറില്ലേ? ഓക്കെ, ഞാൻ ഒരു പർട്ടിക്കുലർ മാസം ഇത് വെച്ചിട്ട് ഇതിനെ എറിയാൻ പോവാണ്. എന്നാൽ തരുൺ എന്ത് പണിയെടുത്തു? തരുൺ അവന്റെ പോക്കറ്റിൽ നിന്ന് ഒരു ഗണ്ണെടുത്തു. അവൻ ഗണ്ണെടുത്തിട്ട് ഫയർ ചെയ്തു ഇത് ഗ്ലാസ്സിലേക്ക്. ഇപ്പോ ആര് ചെയ്യുമ്പോഴാണ് ഇത് വേഗം പൊട്ടുക? തരുൺ ചെയ്യുമ്പോഴല്ലേ? പക്ഷെ നിങ്ങൾ നോക്കൂ, ഈ ഗണ്ണിന്റെ അകത്തുള്ള ബുള്ളറ്റ് വളരെ ചെറുതല്ലേ? ആ ബുള്ളറ്റിനേക്കാൾ വലിപ്പം ആർക്കുണ്ട്? എന്റെ കയ്യിലുള്ള കല്ലിനില്ലേ? പക്ഷെ ബുള്ളറ്റ് ചെയ്തപ്പോഴാണ് ഇത് വേഗം പൊട്ടുക. എന്താ കാരണം? യെസ്, എക്സാക്ട്ലി. എന്ന് പറഞ്ഞാൽ ഈ ബുള്ളറ്റിന്റെ വെലോസിറ്റി വളരെ കൂടുതലാണ്. കറക്റ്റ്? ആ 2 പോയിന്റ് കിട്ടിയോ? അപ്പൊ ഈ 2 പോയിന്റ് വെച്ച് ഞാനൊന്ന് കൺക്ലൂഡ് ചെയ്യുവാണ്. അപ്പോൾ ഈ ഗ്ലാസിനെ എനിക്ക് ബ്രേക്ക് ചെയ്യാൻ, അല്ലെങ്കിൽ ഈ ഗ്ലാസിന്റെ മുകളിലേക്ക് എഫക്റ്റ് കൊണ്ടുവരണമെങ്കിൽ 2 രീതിയിൽ എനിക്ക് കൊണ്ടുവരാം. അല്ലെങ്കിൽ 2 പാരാമീറ്റർ ആണ് എഫക്ട് ചെയ്യുന്നത്. ഏതൊക്കെയാണ്? ഒന്ന് മാസും മറ്റൊന്ന് വെലോസിറ്റിയുമാണ്. കറക്റ്റ്? യെസ്. ഓക്കെ, ഇത് മനസ്സിലുണ്ടാവുമല്ലോ? ഓക്കെ, അപ്പൊ നമുക്ക് എന്താന്ന് നോക്കാം. ഓക്കെ, മൊമെന്റം is simply the momentum is the product എന്ന് പറഞ്ഞാൽ ഗുണിക്കുക, product of mass and velocity. എന്താണ് പറഞ്ഞിരിക്കുന്നത്?
മൊമെന്റത്തിന് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്ന വേർഡ് പി വെച്ചിട്ടാട്ടോ. പി ഈക്വൽ ടു മാസും ആരൊക്കെ ഗുണിക്കണം, വെലോസിറ്റിയും തമ്മിൽ ഗുണിച്ചാൽ കിട്ടുന്ന വാല്യൂവിനെയാണ് നമ്മൾ മൊമെന്റം എന്ന് പറയുന്നത്. ആദ്യത്തെ പോയിന്റ് കിട്ടിയോ? നമുക്കറിയാം ആ ഗ്ലാസ്സിലേക്ക് എഫക്ട് ചെയ്യിക്കണമെങ്കിൽ മാസ് ഇമ്പോർട്ടന്റ് ആണ്, വെലോസിറ്റി ഇമ്പോർട്ടന്റ് ആണ്. അടുത്തത് മൊമെന്റം ഒരു വെക്റ്റർ ക്വാണ്ടിറ്റി ആണ്, കാരണം അതിൽ വെലോസിറ്റി ഉണ്ട്. സോ മൊമെന്റം എന്ന് പറഞ്ഞിട്ട് പ്രൊഡക്റ്റ് ഓഫ് വെലോസിറ്റി ഇൻറ്റു മാസ് ആണ്. അതുകൊണ്ട് തന്നെ മൊമെന്റം എന്ന് പറയുന്ന ഒരു വെക്റ്റർ ക്വാണ്ടിറ്റി ആണ്, അതിനൊരു ഡയറക്ഷൻ ഉണ്ട്, ഒരു മാഗ്നിറ്റ്യൂഡും ഉണ്ട്. നോക്ക്, ഇഫ് എന്ന് പറയുന്നത് ബോഡിയുടെ മാസും വി എന്ന് പറയുന്നത് വെലോസിറ്റിയും ആണെങ്കിൽ മൊമെന്റത്തിന് എനിക്ക് എങ്ങനെ എഴുതാം? മൊമെന്റം ഈസ് ദ പ്രൊഡക്റ്റ് ഓഫ് മാസ് ആൻഡ് വെലോസിറ്റി എന്ന് എഴുതാം. ഓക്കെ ആണോ? എന്തായിരിക്കും ഇതിന്റെ യൂണിറ്റ്? മൊമെന്റത്തിന്റെ യൂണിറ്റ് നോക്കൂ, മാസിന്റെ യൂണിറ്റ് കിലോഗ്രാം ആണ്, വെലോസിറ്റിയുടെ യൂണിറ്റ് എന്താണ്? അത് മീറ്റർ പെർ സെക്കൻഡ് ആണ്. അപ്പൊ അത് രണ്ടും കൂടി ചേർത്ത് എഴുതിയ കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് ആണ് മൊമെന്റത്തിന്റെ യൂണിറ്റ്. കിട്ടിയോ? അപ്പൊ മൊമെന്റം എന്ന് പറഞ്ഞ ഇറ്റ് ഈസ് എ പ്രൊഡക്റ്റ് ഓഫ് മാസ് ആൻഡ് വെലോസിറ്റി. ഈ മൊമെന്റത്തിന് വളരെ ഇമ്പോർട്ടന്റ് ഉണ്ട്. നിങ്ങൾ നോക്കൂ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഒരു 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 കാറും, ഇതൊരു കാറാണ്, ഇതൊരു വലിയ ലോറിയാണെന്ന് വിചാരിക്കുക നിങ്ങൾ. ഓക്കെ, ഇത് രണ്ടും ഒരേ സ്പീഡിൽ മൂവ് ചെയ്തുകൊണ്ടിരിക്കുവാണെന്ന് വിചാരിക്കുക നിങ്ങൾ. ഇത് 60 കിലോമീറ്റർ പെർ സ്പീഡിൽ മൂവ് ചെയ്യുന്നു, ഈ ലോറിയും 60 കിലോമീറ്റർ പെർ സ്പീഡിൽ മൂവ് ചെയ്യുന്നു. ഇത് രണ്ടും വന്നിട്ട് മറ്റൊരു ഒബ്ജക്റ്റിനെ കൂട്ടിയിടിക്കുവാണ്. ഇതിൽ ആര് കൂട്ടിയിടിച്ചാലാണ് കൂടുതൽ പരിക്ക് പറ്റുക? ലോറി ഇടിച്ചാലാണ്. അതെന്തുകൊണ്ടാണെന്നറിയോ? ഈ ലോറിയുടെ മാസ് കാറിനേക്കാൾ കൂടുതലല്ലേ? അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? മാസ് കൂടുതലുള്ള ഒബ്ജക്റ്റിന് എപ്പോഴും മൊമെന്റം കൂടുതലായിരിക്കും. ഓക്കെ ആണോ? അതേപോലെ തന്നെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, രണ്ട് കാറുകൾ ഉണ്ട് പേർക്ക്, രണ്ട് ഒരേ മാസമുള്ള രണ്ട് കാറുകൾ. ഈ രണ്ട് കാറില് ഒരു കാറ് 30 കിലോമീറ്റർ പെർ സ്പീഡിൽ പോകുന്നു, മറ്റേത് 100 കിലോമീറ്റർ പെർ സ്പീഡിൽ പോകുന്നു. ഇതിൽ ഏത് ഇടിച്ചാലാണ് എനിക്ക് കൂടുതൽ എഫക്ട് ഉണ്ടാവുക? 100 കിലോമീറ്ററിൽ പോകുന്ന കാർ. അപ്പൊ നോക്കൂ, വെലോസിറ്റി കൂടിയാലും എനിക്ക് ഇവിടെ ഉണ്ടാവുന്ന എഫക്ട് കൂടുതലല്ലേ? അതാണ് ഈ മൊമെന്റം എന്ന് പറയുന്നത്. ഇത് മാസിനെയും വെലോസിറ്റിയെയും ഡിപ്പെൻഡ് ചെയ്യുന്നതാണ്. ക്ലിയർ ആണോ? And next word, that is called force. ബലം. ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? റെസ്റ്റിലിരിക്കുന്ന ഒരു വസ്തുവിനെ എനിക്ക് മൂവ് ചെയ്യിപ്പിക്കാനോ അല്ലെങ്കിൽ മൂവ് ചെയ്യുന്ന ഒരു വസ്തുവിനെ റെസ്റ്റിൽ നിർത്താനോ അല്ലെങ്കിൽ ഒരു ഡയറക്ഷനിൽ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒബ്ജക്റ്റിനെ മറ്റൊരു ഡയറക്ഷനിലേക്ക് മാറ്റാനോ ഞാൻ എന്താണോ ആ ബോഡിയിലേക്ക് അപ്ലൈ ചെയ്യുന്നത് അയാളെ വിളിക്കുന്ന പേരാണ് ഫോഴ്സ്. ഓക്കെ ആണോ? Okay, sir. Yes. Yes. Actually, force is an influence that can change the motion of an object. ഒരു ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാധനത്തിൽ എന്തെങ്കിലും അതിന്റെ സ്റ്റേറ്റിൽ എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ ആക്ച്വലി ഇറ്റ് ഇസ് എൻ ഇൻഫ്ലുവൻസ്. നമ്മൾ അതിന്റെ ഇതിൽ മാറ്റം വരുത്താൻ വേണ്ടി നമ്മൾ ചെയ്യുന്നതിനെ വിളിക്കുന്ന പേരാണ് ഫോഴ്സ്. ഫോഴ്സ് ക്യാൻ കോസ് an object with mass to change its velocity. That is to accelerate. എന്ന് പറഞ്ഞാൽ ഒരു ബോഡിയുടെ, ഇപ്പൊ നിങ്ങൾ നോക്കൂ, ഇപ്പൊ ഇതൊരു ഡസ്റ്റർ ആണ്, ഇത് എന്റെ കയ്യിലിരിക്കുന്നത് ഒരു റിമോട്ട് ആണെന്ന് വിചാരിക്കുക. എനിക്ക് ഇതിപ്പോ ഒരു ചെറിയ സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് പെട്ടെന്ന് ഇതിന്റെ ആക്സലറേഷൻ കൂട്ടണം എന്ന് വിചാരിക്കുക. അപ്പൊ ഞാൻ ഇതിന്റെ പിറകുന്ന ഒരു തള്ളു വെച്ച് കൊടുത്താ പോരെ? അപ്പൊ ശരിക്കും ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഇറ്റ് ഇസ് എ പുഷ് ഓർ പുൾ. ഇത് ഒന്നിക്കും നമ്മൾ തള്ളുന്നതാണ് അല്ലെങ്കിൽ നമ്മൾ വലിക്കുന്നതാണ്. സോ സിമ്പിളി എനിക്ക് വേണമെങ്കിൽ പറയാം, ഫോഴ്സ് എന്ന് പറയുന്നത് ആക്ച്വലി ഇറ്റ് ഇസ് എ പുൾ ഓർ പുഷ്, അങ്ങനെ വേണമെങ്കിലും പറയാം. ദ ഫോഴ്സ് ക്യാൻ ഓൾസോ ബി ഡിസ്ക്രൈബ് ആസ് ഇറ്റ് ഇസ് എ പുഷ് ഓർ പുൾ. നമ്മൾ ഏതെങ്കിലും ഡോറൊക്കെ തുറക്കുമ്പോൾ പുഷ് ഓർ പുൾ എന്ന് എഴുതിയിട്ടുണ്ടാവാറില്ലേ? സോ ഞാൻ അവിടെ ഒരു ഫോഴ്സ് ആണ് അപ്ലൈ ചെയ്യുന്നത്.
ക്ലിയർ? ഫോഴ്സ് എന്ന് പറയുന്നത് ഒരു വെക്ടർ ക്വാണ്ടിറ്റി ആണ്. സോ അതിന് മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും ഉണ്ട്. എന്താണ് ഇതിന്റെ ഇക്വേഷൻ? ആർക്കെങ്കിലും അറിയോ? ഫോഴ്സിന്റെ ഇക്വേഷൻ അറിയോ? Mass into acceleration. വെരി ഗുഡ്. ഇതാ ഫോഴ്സിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് മാസ് ഇൻറ്റു ആക്സിലറേഷൻ ആണ്. പഠിച്ചു വെക്കേണ്ടതാണ്. ഫോഴ്സ് എന്ന് പറഞ്ഞ മാസ് ഗുണിക്കണം ആക്സിലറേഷൻ ആണ്. ഇത് പഠിക്കാൻ നമ്മൾ എപ്പോഴും കുട്ടികളോട് പറയുന്നത് ഫാദർ ഈക്വൽ ടു മദർ എന്ന് ഓർമ്മിക്കാം മക്കളെ. ഫാദർ ഈക്വൽ ടു മദർ. അപ്പൊ ഇത് മറന്നു പോവില്ല. എഫ് ഈക്വൽ ടു എം. എഫ് എന്ന് പറഞ്ഞ ഫാദറിന്റെ എഫ്, എം എന്ന് പറഞ്ഞ മദറിന്റെ എഫ് ഈക്വൽ ടു എം എ. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഇക്വേഷൻ ആണ്. ഈ ഇക്വേഷൻ ആരാ ഉണ്ടാക്കിയിരിക്കുന്നത്? ഇത് ന്യൂട്ടന്റെ സെക്കൻഡ് ലോ ആണ്. ന്യൂട്ടന്റെ രണ്ടാം ചലന നിയമത്തിൽ നിന്നാണ് നമ്മൾ എഫ് ഈക്വൽ ടു എം എ എന്നുള്ള ഇക്വേഷൻ ഉണ്ടാക്കുന്നത്. 9ാം ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓർത്ത് വെക്കണം. ഫോഴ്സിന്റെ യൂണിറ്റ് എന്തായിരിക്കും? നിങ്ങൾ നോക്കൂ, മാസിന്റെ യൂണിറ്റ് എന്താണ്? കിലോഗ്രാം അല്ലേ? ആക്സിലറേഷന്റെ യൂണിറ്റ് എന്താണ്? മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് എഴുതിയാ പോരെ? ഇതാണ് ഫോഴ്സിന്റെ യൂണിറ്റ്. അതിനെ കുറച്ചും കൂടി സിമ്പിൾ ആയിട്ട് നമ്മൾ വിളിക്കുന്ന പേരാണ് ന്യൂട്ടൺ. SI യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ന്യൂട്ടൺ ആണ്. ഫോഴ്സിന്റെ യൂണിറ്റ് ന്യൂട്ടൺ ആണ്. ഓക്കെ ആണോ? Okay, sir. അടുത്തൊരു ടേം ആണ് ഇമ്പൾസ്. ഈ വേർഡ് കേട്ടിട്ടുണ്ടോ ആരെങ്കിലും? ഇമ്പൾസ്. ഇമ്പൾസ് എന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെ പറയും നോക്കിക്കോ. ഈ ഇമ്പൾസ് എന്ന് പറഞ്ഞാൽ ഇതൊരു ടെസ്റ്റിംഗ് ഫോഴ്സ് ആണ്. എന്താ ടെസ്റ്റിംഗ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ? നമ്മളിപ്പോ എന്തെങ്കിലും ഒരു സാധനം നിങ്ങൾ ഇപ്പൊ എന്തെങ്കിലും നിങ്ങളുടെ കയ്യിൽ നിങ്ങൾ മാർക്കറ്റിൽ നിന്ന് എന്തെങ്കിലും ഒരു സാധനം വാങ്ങിച്ചു എന്ന് വിചാരിക്കും. ഫോർ എക്സാമ്പിൾ, ഞാൻ ഒരു മൊബൈൽ ഫോൺ വാങ്ങിച്ചു. ഓക്കെ, ഈ മൊബൈൽ ഫോൺ ഉണ്ടാക്കുന്ന കമ്പനി ഈ മൊബൈൽ നമ്മുടെ കയ്യിൽ എത്തുന്നതിന് മുമ്പ് അവർ ഇത് കുറെ തവണ ടെസ്റ്റ് ചെയ്തിട്ടുണ്ടാവും അല്ലേ? ഉണ്ടാവില്ലേ? നിങ്ങൾ നോക്കൂ, നിങ്ങൾ ഒരു പുതിയ കാർ വാങ്ങിക്കുന്നു. ആ കാറ് നിങ്ങളുടെ കയ്യിൽ എത്തുന്നതിന് മുമ്പ് ആ കാറ് കുറെ തവണ അവർ ഇടിച്ചു നോക്കിയിട്ടുണ്ടാവും. നിങ്ങൾക്കറിയോ അത്? നിങ്ങളൊരു പുതിയ കാറ് നിങ്ങളുടെ കയ്യിൽ എത്തുന്നതിന് മുമ്പ് കാറിനെ പല തവണ അവർ നല്ല ഫോഴ്സിൽ കൊണ്ടുവന്നിട്ട് പല ചുമരിനും ഇടിച്ചിട്ടുണ്ടാവും. എന്തിനു വേണ്ടിയിട്ടാ? കാരണം ഇടിച്ചാലല്ലേ ഇതിനകത്തുള്ള എയർ ബാഗുകൾ വർക്ക് ചെയ്യുന്നുണ്ടെന്നൊക്കെ അറിയണ്ടേ അവർക്ക്? അല്ലെങ്കിൽ എത്രമാത്രം ഫോഴ്സിൽ ഇടിച്ചാലാണ് നമുക്ക് ഇത് പറ്റുന്നത്? അത് കണ്ടിട്ടില്ലേ നിങ്ങൾ നോക്കിയാൽ മതി. നിങ്ങൾക്ക് അത് അറിയില്ല. നിങ്ങളുടെ കയ്യിൽ പുതിയ കാറ് കിട്ടുമ്പോൾ നല്ല ഭംഗി ഉണ്ടെങ്കിലും ആ കാറ് പല തവണ അവർ ഇടിച്ചു നോക്കിയിട്ടുണ്ട്. അപ്പൊ അത് ടെസ്റ്റ് ചെയ്യുന്നതാണ്. അപ്പൊ ഈ ടെസ്റ്റ് ചെയ്യുന്ന ഫോഴ്സുകളൊക്കെ ഇമ്പൾസീവ് ഫോഴ്സ് എന്ന് പറയും. എന്ന് പറഞ്ഞ ഇമ്പൾസ് എന്ന് പറഞ്ഞ ഞാൻ ചുരുക്കി പറയാം. നിങ്ങൾ ഒരാൾ ഇപ്പൊ ഫോർ എക്സാമ്പിൾ ദീപാഞ്ജലി ഉറങ്ങിക്കിടക്കുവാണെന്ന് വിചാരിക്കേ. ഉറങ്ങുവാണോ ദീപാഞ്ജലി? നീ ഉറങ്ങിക്കിടക്കുമ്പോ ഞാൻ പെട്ടെന്ന് വന്നിട്ട് ഞാൻ നിന്റെ മുഖത്തൊറ്റ അടി അടിച്ചു എന്ന് വിചാരിക്കുക. പെട്ടെന്നൊരു വലിയൊരു അടി അടിച്ചു. അവിടെ സംഭവിക്കുന്നത് എന്താണ്? ഒരു ചെറിയ ടൈമില് ഞാൻ ദീപാഞ്ജലിയുടെ മുഖത്തേക്ക് ഒരു വലിയ ഫോഴ്സ് അപ്ലൈ ചെയ്തു. കറക്റ്റ്? അങ്ങനെയുള്ളതിനെ വിളിക്കുന്ന പേരാണ് ഇമ്പൾസ്. ഒരു ചെറിയ ടൈം ഡ്യൂറേഷനിൽ ഒരു വലിയ ഫോഴ്സ് അപ്ലൈ ചെയ്യുക. അതുകൊണ്ട് നമുക്കുള്ള അഡ്വാൻറ്റേജ് എന്താ? അങ്ങനെ അടിച്ചു കഴിഞ്ഞാൽ എനിക്ക് ദീപാഞ്ജലിയുടെ ബിഹേവിയർ ടെസ്റ്റ് ചെയ്യാൻ പറ്റില്ലേ? ആ സമയത്ത് അവൾ എങ്ങനെ റിയാക്ട് ചെയ്യുന്നു എന്ന് എനിക്ക് പറയാൻ പറ്റില്ലേ? അങ്ങനെയാണ് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത്. നമ്മൾ ആദ്യം അതിന് ചെറിയ ഫോഴ്സ് കൊടുക്കുമ്പോൾ അത് റിയാക്ട് ചെയ്യുന്നുണ്ടോ നോക്കും, ഇല്ല. പിന്നെ കുറച്ചും കൂടി ഫോഴ്സ് കൂട്ടി നോക്കും, ഉണ്ടോ, ഇല്ല. കുറച്ചും കൂടി കൂട്ടി നോക്കും, കൂട്ടി ലാസ്റ്റ് ഞാൻ ഒരു വലിയ ഫോഴ്സ് അപ്ലൈ ചെയ്യും. ഓക്കെ ആണോ? ഇതിൽ നിന്നൊക്കെ നമ്മൾ ഇങ്ങനെ നോട്ട് ചെയ്ത് നോക്കി. ഇത്ര ഫോഴ്സ് കൊടുക്കുമ്പോൾ ദീപാഞ്ജലിക്ക് ഒരു കുഴപ്പമില്ല, ഇത്ര ഫോഴ്സ് കൊടുക്കുമ്പോൾ ഒരു കുഴപ്പമില്ല. 10 ന്യൂട്ടൺ കൊടുത്തപ്പോ പ്രശ്നമില്ല, 10.1 ന്യൂട്ടൺ കൊടുത്തപ്പോ അവൾ ഞെട്ടി എഴുന്നേക്കുന്നുണ്ട്. എന്നാൽ 12 ന്യൂട്ടൺ കൊടുത്തപ്പോ അവളുടെ ബിഹേവിയർ ആകെ മാറി.
അവൾ ഞെട്ടി എഴുന്നേറ്റ് ഉടനെ തന്നെ അവളെ തല്ലിയ ആളെ അവൾ തിരിച്ചു തല്ലുന്നു. അപ്പൊ എനിക്ക് മനസ്സിലായി നമ്മൾ 12 ന്യൂട്ടൺ ഒരിക്കലും ദീപാഞ്ജലിയുടെ മുകളിലേക്ക് അപ്ലൈ ചെയ്യരുത്. അങ്ങനെയാണ് അവർ ടെസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ ആണോ? Okay, sir. Okay. So the impulsive force are a huge force acting on a body for a short period of time. So the equation എന്ന് പറയുന്നത് impulse is equal to force multiplied with the time. Force into time. That is called impulse. ഇതിന്റെ യൂണിറ്റ് എന്തായിരിക്കും? ഫോഴ്സിന്റെ യൂണിറ്റ് ന്യൂട്ടൺ ആണ്, ടൈമിന്റെ യൂണിറ്റ് സെക്കൻഡ് ആണ്. അപ്പൊ ന്യൂട്ടൺ സെക്കൻഡ് ആണ് ഇതിന്റെ യൂണിറ്റ്. ഓക്കെ ആണോ? Okay. ഓക്കെ. ഇതൊരു ഇക്വേഷൻ ആണ്. ഇത് നിങ്ങൾ ഇപ്പൊ ഓർത്ത് വെക്കണമെന്നില്ല. ഇമ്പൾസ് എന്ന് പറയുന്നത് മൊമെന്റത്തിൽ ഉണ്ടാവുന്ന മാറ്റത്തിനെയും നമുക്ക് വേണമെങ്കിൽ ഇമ്പൾസ് എന്ന് വിളിക്കാം. ഇത് ന്യൂട്ടന്റെ രണ്ടാമത്തെ ചലന നിയമത്തിൽ നിന്ന് നമ്മൾ ഒബ്റ്റെയിൻ ചെയ്യുന്നതാണ്. ഇത് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ നമ്മുടെ +1 ഫിസിക്സിന്റെ അകത്ത് ലോസ് ഓഫ് മോഷൻ പഠിക്കുമ്പോൾ നമ്മൾ പഠിക്കും. അതുകൊണ്ട് ഇപ്പൊ അത്ര ഇമ്പോർട്ടന്റ് അല്ല. മക്കൾ ഈ 3 പോയിന്റുകൾ ഓർത്ത് വെച്ചാൽ മതി. ഓക്കെ ആണോ? ഓക്കെ ആണോ? Okay, sir. യെസ്. ഓക്കെ. ദെൻ തീരാറായി കേട്ടോ. അടുത്തത് വർക്ക്. എന്താ വർക്ക് എന്ന് പറഞ്ഞ? ഫിസിക്സിൽ എന്താണ് വർക്ക് എന്ന് പറഞ്ഞ? പ്രവൃത്തി. നമ്മൾ സ്ഥിരമായിട്ട് കേൾക്കുന്ന വേർഡാണ്. ഞാൻ പറയാറില്ല എനിക്ക് ഇന്ന് വർക്കില്ല, നീ ഇന്ന് വർക്കിന് പോയിനോ എന്നൊക്കെ ചോദിക്കാറില്ലേ ആളുകള്? പറയാറില്ലേ? അപ്പൊ എന്താ മീൻ ചെയ്യുന്നേ വർക്ക് എന്ന് പറഞ്ഞ? എന്താണ് വർക്ക് എന്ന് പറഞ്ഞ ഉദ്ദേശിക്കുന്നേ? ജോലിയാണോ? ജോബാണോ? ഓക്കെ. നോർമൽ കേസിൽ ജോബിനെയാണ് നമ്മൾ ഈ വർക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലെ? നോർമൽ കേസിൽ അതൊരു ജോബാണ്. നമ്മൾ എനിക്ക് ഇന്ന് ഹാഫ് ഡേ വർക്ക് ഉള്ളൂ എന്ന് പറഞ്ഞാൽ എനിക്ക് ഇന്ന് ഉച്ചവരെ മാത്രം ജോലി ചെയ്താൽ മതി എന്നതാണ് നമ്മൾ മീൻ ചെയ്യുന്നത്. എന്നാൽ ഫിസിക്സിലുള്ള വർക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രവൃത്തി. അതെന്താ എന്ന് പറഞ്ഞ ഫിസിക്സിൽ വർക്ക് ചെയ്യണം എന്ന് പറഞ്ഞ ഇതൊരു ഒബ്ജക്റ്റ് ആണെന്ന് വിചാരിക്കും. ഞാൻ ഈ ഒബ്ജക്റ്റിലേക്ക് ഒരു പർട്ടിക്കുലർ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നു. ഓക്കെ. ഈ ഫോഴ്സ് കൊണ്ട് ഈ ഒബ്ജക്റ്റിന് ഒരു പർട്ടിക്കുലർ ഡിസ്പ്ലേസ്മെന്റ് സംഭവിക്കണം. ഫോർ എക്സാമ്പിൾ ഇവിടെ ഞാനൊരു ബോക്സ് വെച്ചിട്ടുണ്ട്. ഞാൻ ഇവിടെ നിന്നൊരു 10 ന്യൂട്ടൺ ഫോഴ്സ് ഇവിടെ നിന്ന് തള്ളുവാണ് ഈ ബോക്സിനെ. അപ്പൊ ഈ ബോക്സ് എയിൽ നിന്ന് മാറിയിട്ട് ഈ ബോക്സ് ബി എന്ന് പറയുന്ന ഒരു പുതിയ പ്ലേസിലേക്ക് പോയി എങ്കിൽ അവിടെ ഒരു വർക്ക് നടന്നു എന്ന് പറയും. ഓക്കെ ആണോ? ഓക്കെ ആണോ? എന്നാ ഞാൻ ചോദിക്കുവാണ്, ഞാൻ ഈ പിറകിൽ കാണുന്ന വാൾ, ഞാൻ ഈ വാളിൽ ശക്തിയായിട്ട് ഉന്തുവാണ്, നല്ല ഫോഴ്സ് അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുവാണ്. അവിടെ ഞാൻ ചെയ്യുന്ന വർക്ക് എത്രയാണ്? അവിടെ ഞാൻ ചെയ്യുന്ന വർക്ക് 0 ആണ്. എന്തുകൊണ്ടാ? ഞാൻ ഫോഴ്സ് അപ്ലൈ ചെയ്തു. യെസ്, ആ വാള് മൂവ് ചെയ്യുന്നില്ല. ആ ഒബ്ജക്റ്റ് മൂവ് ചെയ്യണം. മൂവ് ചെയ്താൽ മാത്രമേ അവിടെ വർക്ക് നടക്കുള്ളൂ. സോ ഈ എന്റെ വാൾ അല്ലെങ്കിൽ ചുമര് എന്ന് പറയുന്നത് മൂവ് ചെയ്യുന്നില്ല. സോ ദർ ഇസ് നോ വർക്ക്. ഓക്കെ ആണോ? യെസ്. അപ്പൊ വർക്കിന് എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്? വർക്ക് ഈസ് ഡിഫൈൻഡ് as the force acting upon an object to cause a displacement. ഞാനൊരു ഫോഴ്സ് അപ്ലൈ ചെയ്യുകയും അതിന്റെ ഫലമായി ആ ഒബ്ജക്റ്റ് ഒരു പോയിന്റിൽ നിന്ന് മറ്റൊരു പോയിന്റിലേക്ക് ഡിസ്പ്ലേസ് ചെയ്യുകയും ചെയ്താൽ അവിടെ ഒരു വർക്ക് നടന്നു എന്ന് പറയും. It is expressed as the product of force and displacement. വളരെ ഇമ്പോർട്ടന്റ് ആണ്. വർക്കിന്റെ ഇക്വേഷൻ എന്താണ്? ഫോഴ്സിനെ ഡിസ്പ്ലേസ്മെന്റ് കൊണ്ട് ഗുണിച്ചാൽ മതി. W = Fs എന്ന് ഓർമ്മിച്ചാൽ മതി. എസ് എന്ന് പറഞ്ഞ ഡിസ്പ്ലേസ്മെന്റ് ആട്ടോ. ഓർത്ത് വെക്കുവോ? ഇതിന്റെ യൂണിറ്റ് എന്താണെന്ന് അറിയോ ആർക്കെങ്കിലും? ഇതിന്റെ യൂണിറ്റിനെ വിളിക്കുന്നവരാണ് ജൂൾ. വർക്കിന്റെ SI യൂണിറ്റിനെ വിളിക്കുന്നവരാണ് ജൂൾ. നമ്മൾ 10th കേട്ടിട്ടുണ്ടല്ലോ ജൂൾ എന്ന് പറയുന്നത്. എവിടെയാ കേട്ടേക്കുന്നത്? ജൂൾ നിയമം എന്ന് കേട്ടിട്ടുണ്ടോ? ജൂൾസ് ലോ.
കേട്ടിട്ടുണ്ടോ? ജൂൾസ് ലോ. എച്ച് ഈക്വൽ ടു ഐ സ്ക്വയർ ആർ ഇൻറ്റു ഈ എച്ച് എന്താണ്? ഈ എച്ച് എന്ന് പറഞ്ഞാൽ ഹീറ്റ് ആണ്. ഹീറ്റ് എന്ന് പറയുന്നത് എനർജിയാണ് അല്ലെ? ഹീറ്റ് എന്ന് പറഞ്ഞ എനർജിയാണ്. അപ്പൊ ഈ എനർജിയും വർക്കും ഇറ്റ് ഈസ് സിമിലർ ആണ്. എനർജിയും വർക്കും സിമിലർ ആണ്. അത് നമ്മൾ പ്ലസ് 1 നമ്മൾ പഠിക്കാൻ പോകുന്നതേ ഉള്ളൂ. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് വർക്ക് എനർജി തിയറം എന്ന് പറയുന്ന ഒരു നിയമമുണ്ട്. അതനുസരിച്ച് വർക്കും നമ്മളെ എനർജിയും സിമിലർ ആണ് എന്ന് നമ്മൾ പ്രൂവ് ചെയ്യും. അപ്പൊ ഇവിടെ മക്കൾ ഓർമ്മിക്കേണ്ടത് എന്താണ്? വർക്ക് എന്ന് പറഞ്ഞാൽ ഞാനൊരു ഒബ്ജക്റ്റിന്റെ മുകളിലേക്ക് ഒരു ഫോഴ്സ് കൊടുക്കുകയും ആ ഒബ്ജക്റ്റ് മൂവ് ചെയ്യുകയും ചെയ്താൽ അവിടെ വർക്ക് സംഭവിച്ചു. വർക്കിന്റെ ഇക്വേഷൻ ഫോഴ്സ് ഇൻടു ഡിസ്പ്ലേസ്മെന്റ് ആണ്. അതിന്റെ യൂണിറ്റ് ജൂൾ ആണ്. ഒരു പോയിന്റ് കൂടെ, വർക്ക് എന്ന് പറയുന്ന ഒരു സ്കെലാർ ക്വാണ്ടിറ്റി ആണ്. അത്രയും പോയിന്റ് ഓർമ്മിക്കുക. ഓക്കെ ആണോ? അടുത്ത വിളിക്കുന്ന പേരാണ് എനർജി. എനർജി എനർജി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ കപ്പാസിറ്റി ടു ഡൂയിങ് വർക്ക്. വർക്ക് ചെയ്യാനുള്ള കഴിവ്. അതിനെയാണ് നമ്മൾ എനർജി എന്ന് വിളിക്കുന്നത്. ആക്ച്വലി എനർജി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് മെഷേർഡ് ഇൻ ടേംസ് ഓഫ് വർക്ക്. ഞാൻ നേരത്തെ പറഞ്ഞു, ആസ് പെർ അവർ വർക്ക് എനർജി തിയറം നമ്മൾ എനർജിയെ മെഷർ ചെയ്യുന്നതും വർക്ക് മെഷർ ചെയ്യുന്നതും ഏകദേശം ഒന്ന് തന്നെയാണ്. സോ ഇറ്റ് ഈസ് മെഷേർഡ് ഇൻ ടേംസ് ഓഫ് വർക്ക്. ഇതിന്റെ യൂണിറ്റും ജൂള് തന്നെയാണ്. അടുത്ത പോയിന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ എനർജിയെ നമ്മൾ ഫിസിക്സിന്റെ അകത്ത് ഡീൽ ചെയ്യുന്നത് മെക്കാനിക്കൽ എനർജിയാണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ ഗതികോർജത്തെയാണ് നമ്മൾ ഫിസിക്സിന്റെ അകത്ത് കൂടുതലായിട്ടും നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് രണ്ട് ടൈപ്പിലാണ്. ഒന്നിനെ വിളിക്കുന്ന പേരാണ് കൈനറ്റിക്കൽ എനർജി, മറ്റൊന്നിനെ വിളിക്കുന്ന പേരാണ് പൊട്ടൻഷ്യൽ എനർജി. എന്ന് പറഞ്ഞാൽ ഗതികോർജവും സ്ഥിതികോർജവും. ഓർക്കുന്നുണ്ടോ? ഓർക്കുന്നുണ്ടോ? ഇവിടെ ഒരു ഇക്വേഷൻ മക്കൾ പഠിച്ചിട്ടുണ്ട് 9ാം ക്ലാസ്സിൽ. കൈനറ്റിക്കൽ എനർജി എന്ന് പറഞ്ഞാൽ ഹാഫ് mv²ഉം പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞാൽ mgh ആണ്. ഇതൊക്കെ നമുക്ക് നമുക്ക് പ്ലസ് 1 പഠിക്കാം. ഇതൊക്കെ എങ്ങനെയാണ് കിട്ടുന്നതെന്നൊക്കെ നമുക്ക് ഡിറൈവ് ചെയ്യാം. പക്ഷെ എന്റെ മക്കളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഇത് എഴുതിയത് കൊണ്ട് മക്കൾ ഇതും കൂടെ ഓർമ്മിച്ച് വെക്കുക. ഓക്കെ ആണോ? ഓക്കെ സർ. ഓക്കെ. ഇനി ഒറ്റൊരു ടേമും കൂടെ ഉള്ളൂ. അത് കൂടി കഴിഞ്ഞാൽ ഫിസിക്സ് ഈസ് ഓവർ. ദാറ്റ് ഈസ് പവർ. പവർ പവർ ഇസ് ദ റേറ്റ് ഓഫ് ഡൂയിങ് വർക്ക്. പവർ എന്ന് പറഞ്ഞാൽ ആക്ച്വലി വി ക്യാൻ ഡിഫൈൻ ദ പവർ ഇസ് ദ റേറ്റ് ഓഫ് ഡൂയിങ് വർക്ക്. സോ ഇറ്റ് ഈസ് ഈക്വൽ ടു വർക്ക് ഡിവൈഡഡ് ബൈ ടൈം. ദിസ് ഇസ് ദ ഇക്വേഷൻ. പവർ ഇസ് ഈക്വൽ ടു വർക്ക് ബൈ ടൈം. നമ്മൾ ഇതിനെ കുറച്ചും കൂടി സ്റ്റാൻഡേർഡ് ആയിട്ട് എഴുതുന്നത് dw/dt എന്നാണ്. ഇത് മക്കളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ട് ഈ ഇക്വേഷനും. dw ഈ d ഡിവൈഡഡ് ബൈ dt നമ്മൾ വിളിക്കുന്നവരാണ് ഈ റേറ്റ് ഓഫ് ചേഞ്ച്. അതാണ് ഇതിന്റെ അർത്ഥം. d ഡിവൈഡ് ബൈ dt എന്ന് പറഞ്ഞാൽ റേറ്റ് ഓഫ് ചേഞ്ച്. സോ ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വർക്കിനെയാണ് നമ്മൾ പവർ എന്ന് വിളിക്കുന്നത്. സിംപ്ലി വി ക്യാൻ റെപ്രസെന്റഡ് ബൈ പവർ ഇസ് ഈക്വൽ ടു വർക്ക് ബൈ ടൈം. അപ്പൊ എന്റെ മക്കൾ ഓർമ്മിക്കേണ്ടത് പവർ എന്ന് പറഞ്ഞാൽ വർക്കിനെ ടൈം കൊണ്ട് ഹരിച്ചാൽ മതി. ഇവിടെ നോക്കും മക്കള്, നമ്മൾ ഓൾറെഡി പറഞ്ഞു ഈ വർക്കിന്റെ ഇക്വേഷൻ എന്താണ്? വർക്ക് എന്ന് പറഞ്ഞാൽ ഫോഴ്സിനെ ഡിസ്പ്ലേസ്മെന്റ് കൊണ്ട് ഗുണിച്ചാ പോരെ? ഡിവൈഡഡ് ബൈ ഇതേ ടൈം എടുത്ത് ഇവിടെ എഴുതിക്കൂടെ? ഇതിന് എനിക്ക് മാറ്റി എഴുതിക്കൂടെ? വേണമെങ്കിൽ ഫോഴ്സ് മൾട്ടിപ്ലൈഡ് വിത്ത് ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം എന്ന് എഴുതിക്കൂടെ? ഈ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം എന്ന് പറഞ്ഞാൽ അത് വെലോസിറ്റി അല്ലേ? അങ്ങനെയാണെങ്കിൽ എനിക്ക് പവറിനെ ഫോഴ്സ് ഇൻടു വെലോസിറ്റി എന്ന് വിളിച്ചൂടെ? അപ്പൊ അതിന്റെ രണ്ടാമത്തെ ഇക്വേഷൻ ആണ്, സോറി, പവർ എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ഇൻടു വെലോസിറ്റി. പവർ ഇസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻടു വെലോസിറ്റി. ഇതിന്റെ യൂണിറ്റ് ആണ് വാട്ട്. യൂണിറ്റ് ആണ് വാട്ട്. കുറച്ചും കൂടി വലിയ യൂണിറ്റ് നമ്മൾ വിളിക്കുന്നവരാണ് കിലോ വാട്ട്. നമ്മൾ വേറൊരു യൂണിറ്റ് ആദ്യത്തെ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. ഏതാണെന്ന് ഓർമ്മയുണ്ടോ? ഹോഴ്സ് പവർ, കുതിരശക്തി. HP അതും പവറിന്റെ യൂണിറ്റ് ആണ്.